നേതൃത്വത്തെക്കുറിച്ചുള്ള പരാതി, തുടർന്നുണ്ടായ തർക്കം, മേമ്പൊടിക്കൽപ്പം മദ്യം കൂടിയാകുമ്പോൾ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന ക്യാമ്പിൽ നടക്കുന്ന തമ്മിലടി ഏതാണ്ട് ഇത്ര വരും. നെയ്യാർ ഡാമിലെ KSU ക്യാമ്പിൽ നടന്ന ചെറിയൊരു തർക്കത്തെ മാധ്യമങ്ങൾ പർവ്വതീകരിച്ചുവെന്ന KSU സംസ്ഥാന പ്രസിഡന്റിന്റെ ന്യായീകരണം. ഒരു പർവ്വതീകരണവുമില്ലാതെ നടന്നതെന്താണെന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ പറയുന്നുണ്ട്. ജനാധിപത്യ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെന്ന അലോഷ്യസ് സേവ്യറിന്റെ വാക്കുകൾ ഏതൊരു സംഘടനയും മാതൃകയാക്കേണ്ടതാണ്. പക്ഷേ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയ 2 KSU നേതാക്കളെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്ന സാഹചര്യം എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. കൂട്ടയടിയെന്ന മാധ്യമങ്ങൾ സൃഷ്ടിച്ച വാർത്തയുടെ അടിസ്ഥാനത്തിലാണോ അപ്പോൾ നേതൃത്വം ഇടപെട്ട് ക്യാമ്പ് നിർത്തിവെച്ചതും അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചതും അടി നടന്നിട്ടുണ്ടെന്ന പ്രതിപക്ഷ നേതാവ് സ്ഥിരീകരിക്കുന്നതും? പൊതുമധ്യത്തിൽ തെറി പറഞ്ഞ് സ്നേഹം പ്രകടിപ്പിക്കുന്ന നേതാക്കളുടെ കുഞ്ഞുങ്ങൾ ചുരുങ്ങിയ പക്ഷം തമ്മിൽ തല്ലിയെങ്കിലും തെളിയണ്ടേ? ഇന്നീ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് സഞ്ജീവ് PS SFIയിൽ നിന്നും, N ശ്രീകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ, M ജയചന്ദ്രൻ മാധ്യമപ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം ശ്രീ N ശ്രീകുമാർ. ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായിരുന്ന ഒരു വിഭാഗമാണ്. അവർ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന അവസ്ഥ നോക്കൂ. അലോഷ്യസ് സേവ്യർ എത്ര ന്യായീകരിച്ചാലും ഒഴിഞ്ഞുമാറാനാകാത്ത തരത്തിൽ അവിടെ കൂട്ടയടി നടന്നിട്ടുണ്ട്, തമ്മിൽ തന്നെ നടന്നിട്ടുണ്ട്. അത് വസ്തുതയല്ലേ? തിരുവനന്തപുരത്ത് നെയ്യാറിൽ KSUവിൻ്റെ ദക്ഷിണ മേഖലാ ക്യാമ്പിൽ അനഭിലഷണീയമായ ചില പ്രവർത്തനങ്ങൾ നടന്നതായിട്ട് KPCCക്ക് അറിവ് കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ KPCC ഇടപെട്ട് KPCC സെക്രട്ടറിമാരെ അതിൻ്റെ അന്വേഷണത്തിന് ഏൽപ്പിച്ചു. അവരന്വേഷണം ഇന്ന് ഉച്ചയോടെ പൂർത്തിയാക്കി. ചിലരെ ചോദ്യം ചെയ്തു. അതിൻ്റെ റിപ്പോർട്ട് എനിക്ക് തോന്നുന്നു നാളെ സമർപ്പിക്കും. ഇന്ന് സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരുന്നത്, പക്ഷേ അത് പൂർത്തിയായിട്ടില്ല. വളരെ ഗൗരവത്തിലെടുത്തുകൊണ്ട് അതിൻ്റെ റിപ്പോർട്ട് നാളെ മാത്രമേ സമർപ്പിക്കുള്ളൂ. അപ്പോൾ KPCC വിഷയത്തിൽ പെട്ടെന്ന് ഇടപെട്ട് 3 സീനിയറായിട്ടുള്ള ഭാരവാഹികളെ ഈ പ്രശ്നം അന്വേഷിക്കാൻ നിയോഗിച്ചതോടെ അതിൻ്റെ ഗൗരവം കേരളത്തിലെ സമൂഹത്തിന് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും KSUവിൻ്റെ പ്രവർത്തകർ ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു. അവരുടെ കൊടിയുടെ നിറം നീലയാണ്. നീലാകാശം പോലെ തെളിമയുള്ളതാണ് KSU. അക്കാര്യം അവർ മറന്നുകൊണ്ട് അവരവിടെ തമ്മിലടിച്ചെങ്കിൽ അങ്ങനെ തമ്മിലടിച്ച പ്രവർത്തകരെ തീർച്ചയായിട്ടും പാർട്ടി അച്ചടക്കത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അവരെ അച്ചടക്കം പഠിപ്പിച്ച് അവരെ നല്ല കുട്ടികളായി തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു സംവിധാനം KPCC ഏർപ്പെടുത്തും. ഒരു ക്യാമ്പിൽ ഇത്തരം വിഷയങ്ങളൊക്കെ സാധാരണ നടക്കാറുണ്ട്. ഉന്തും തള്ളും തമ്മിൽ തല്ലുമൊക്കെ നടക്കാറുണ്ട്. പക്ഷേ KSU ക്യാമ്പിൽ അത് അതൊരു പുതിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരു ക്യാമ്പെന്ന് പറയുന്നത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്, രാഷ്ട്രീയം കൃത്യമായി പഠിപ്പിക്കാനുള്ളതാണ്. അവിടെ തല്ലുകൂടാനുള്ള സ്ഥലമല്ല. അപ്പം ഞാൻ അറിഞ്ഞത് ഇതിൽ സംഘടനാപരമായ യാതൊരു പ്രശ്നവും അല്ല ഇതിൻ്റെ പശ്ചാത്തലം. സംഘടനാപരമായൊരു ഗ്രൂപ്പിസോ അല്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കേട്ടു കുറച്ച് ഏതൊരു വാർത്തയിൽ. ഒരു ഗ്രൂപ്പിസോ കാര്യങ്ങളോ ഒന്നും ഇതിലില്ല. സംഘടനാപരമായ പ്രശ്നങ്ങളുമില്ല. ഇതിൽ 2-3 കുട്ടികൾക്കിടയിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിലെ ചില തർക്കങ്ങളാണ്. അത് വിദ്യാർത്ഥികളാകുമ്പോൾ പ്രത്യേകിച്ചും തർക്കം വരുമ്പോൾ അത് രൂക്ഷമാകും. അത് സംഘടനത്തിലും അത് തമ്മിൽ തല്ലിലൊക്കെ എത്തും. പക്ഷേ അവർ കൂടിയ സ്ഥലം ഏതാണ്? രാജീവ് ഗാന്ധിയുടെ പേരുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ അവർ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത് കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളാണ്. അതിൽ KSU ഇപ്പോൾ തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. ഒരു കാലത്ത് വളരെ ശക്തമായി കേരളത്തിലെ കലാലയങ്ങളിൽ അധികാരത്തോടെ വിദ്യാർത്ഥികളെ നിയന്ത്രിച്ചിരുന്ന ആ പ്രസ്ഥാനം ഇടക്കാലത്ത് ശോഷിച്ചു. ഇപ്പോൾ അതാ മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. ഈ മടങ്ങിവരവിൻ്റെ ഒരു ആവേശത്തിലാണോ ഈ കുട്ടികളിങ്ങനെ തല്ലുകൂടിയതെന്ന് ഞാൻ കരുതുന്നു, ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരിക്കലും സംഭവവുമായി ബന്ധപ്പെട്ട് താങ്കൾ പറയുന്നുണ്ടല്ലോ, അതിൽ രണ്ടാമത്തെ ഭാഗം ഈ വിഷയത്തിൽ KPCC വളരെ വേഗം ഇടപെട്ടു. അതിൽ അന്വേഷണം നടത്തുന്നുണ്ട്, റിപ്പോർട്ട് സമർപ്പിക്കും, അവരെ തിരുത്തും. അത് നടക്കട്ടെ, അത് നല്ല കാര്യം തന്നെ. പക്ഷേ
ഇവിടെ ഏറ്റവും ഗുരുതരമായ കാര്യം വിദ്യാർത്ഥി സംഘടനയാണ്. ഇവരാണ് നാളെ സ്കൂളുകളിലേക്കായാലും ക്യാമ്പസുകളിലേക്കായാലും കുട്ടികളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടത്. ഇപ്പോൾ താങ്കൾ അതിനെ ഒരു വിശാല മനസ്സോടുകൂടി കാണുന്നുണ്ട്, നല്ല കാര്യം. പക്ഷേ ഇത്രമാത്രം ലഘൂകരിച്ച് കാണാവുന്ന ഒരു വിഷയമാണോ? അലോഷ്യസ് സേവ്യർ പോലും പറയുന്നത് അവിടെ ഒന്നും നടന്നിട്ടില്ല എന്നാണ്, അടുക്കും ചുറ്റയിലും നടന്ന ക്യാമ്പ് എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ മുന്നിൽ വരുന്ന ദൃശ്യങ്ങൾ അങ്ങനെയല്ലല്ലോ. ചോര പൊടിഞ്ഞിട്ടുണ്ട്, അവിടെ 2 പേർ ഗുരുതര പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇവരിൽ നിന്നും എന്ത് മാതൃകയാണ് അപ്പോൾ സമൂഹത്തിന് നൽകേണ്ടത്? വിദ്യാർത്ഥി സംഘടനയാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അതായത് KSUവിൻ്റെ നീല പതാക എന്ന് പറയുന്നത് നീലാകാശത്തിൻ്റെ തെളിമയുള്ളതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ടാണ് KPCC ഇടപെട്ടത്. വേറെ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മാതൃസംഘടനയാണെങ്കിലും അതിൻ്റെ ഭാരവാഹികൾ ഒരുപാട് ന്യായീകരണങ്ങൾ നടത്തും. KSU പ്രസിഡന്റ് നിങ്ങൾ ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞു കാണും. കാരണം KSU പ്രസിഡന്റ് എന്ന് പറയുന്നത് വിദ്യാർത്ഥി സംഘടനാ നേതാവാണ്. അദ്ദേഹം നിങ്ങൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തർക്കുത്തരമോ അല്ലെങ്കിൽ അതിന് പറ്റിയ ഉത്തരവൊക്കെ നൽകി കാണും. ഞാൻ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇവിടെ KPCC ഇടപെട്ടല്ലോ, അത് മാത്രം നോക്കിയാൽ മതി. KSUവിൻ്റെ മാതൃസംഘടനയാണ് KPCC. സാധാരണ CPM പറയുന്ന പോലെ SFI സ്വതന്ത്ര സംഘടനയാണ്, DYFI സ്വതന്ത്ര സംഘടനയാണ് എന്നൊന്നും കോൺഗ്രസ് പറയാറില്ല. KPCC പറയുന്നത് യൂത്ത് കോൺഗ്രസും KSUവും കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളാണ്. അതുകൊണ്ട് അതിലൊരു പാടില്ലാത്ത ഒരു കാര്യം അവിടെ സംഭവിച്ചു, ആ ക്യാമ്പിൽ സംഭവിച്ചു. അത് പാടില്ലായിരുന്നു, പക്ഷേ സംഭവിച്ചു പോയി. സംഭവിച്ച് നമുക്ക് അതിനെ ന്യായീകരിച്ച് നിലനിർത്തുന്നതിനേക്കാളും നല്ലത് അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ UDFന്റെയും കോൺഗ്രസിന്റെ നിലപാടിന് ഞാൻ വരാം അങ്ങയിലേക്ക്. സഞ്ജീവ്, അലോഷ്യസ് സേവ്യറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അടുക്കും ചിട്ടയിലും നടന്നൊരു ക്യാമ്പാണ് അവിടുത്തേത് എന്നുള്ളതാണ്. നോക്കൂ, KSUവിന്റെ അടുക്കും ചിട്ടയും ഇതാണെങ്കിൽ അല്പമെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ എന്തായിരുന്നു അതിന്റെ സ്ഥിതി? ഒന്ന്, ഇത് പരിശോധിക്കുമ്പോൾ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് KSU സംസ്ഥാന പ്രസിഡന്റിൻ്റെ വാർത്താ സമ്മേളനം കണ്ടു. അടുക്കും ചിട്ടയും നല്ല രീതിയിൽ പൂർത്തീകരിക്കുന്ന ഒരു ക്യാമ്പിനെ അലങ്കോലപ്പെടുത്താൻ കൈരളി ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നു. ഇതാണ് നിങ്ങളോടുള്ള ചോദ്യം, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. നോക്കൂ, ഇവിടെ ശ്രീകുമാർ മാധ്യമപ്രവർത്തകൻ അദ്ദേഹവും പറയുന്ന കേട്ടു, സാധാരണ ക്യാമ്പിലൊക്കെ ഇങ്ങനെ ഉന്തും തള്ളും അടിയൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഏത് ക്യാമ്പ് എന്ന് അദ്ദേഹം വിശദീകരിച്ചാൽ കൊള്ളാം. SFI ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന യൂണിറ്റ് ക്യാമ്പ്, സ്കൂൾ ക്യാമ്പ്, കോളേജ് ക്യാമ്പ്, ഏരിയ ക്യാമ്പ്, ജില്ലാ ക്യാമ്പ്, സംസ്ഥാന ക്യാമ്പ് ഉൾപ്പെടെ അതിൻ്റെ അഖിലേന്ത്യാ തലത്തിൽ വരെ അതിൻ്റെ മറ്റ് പഠന കേന്ദ്രങ്ങളൊക്കെ സ്ഥാപിക്കുന്നതാണ്. ഇന്നേ വരെയും ഞങ്ങളുടെ ജീവിതകാലത്തിൽ, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തന കാലത്ത് ഇന്നേ വരെ അത്തരത്തിലുള്ളൊരു അനുഭവം ഞങ്ങൾക്കാർക്കും ഉണ്ടായിട്ടില്ല. ഇവിടെ യഥാർത്ഥത്തിൽ KSUവിന് ഇല്ലാത്ത ജീവൻ നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾക്കും പ്രത്യേകിച്ച് അക്കാദമിക് ബുദ്ധിജീവികളെന്ന് സ്വയം നടിച്ച് നടക്കുന്ന ചില ആളുകൾക്കും സംഭവിച്ച അവരുടെ മുഖത്തേറ്റ അടിയാണ് യഥാർത്ഥത്തിൽ KSU അവരുടെ തനി നിറം ഇന്നലെ പുലർച്ചെ അവിടെ കാണിച്ചു എന്നുള്ളത്. ഇപ്പോൾ നെയ്യാർ ഡാമിൽ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള വിഷയമാണ്, പാടില്ലായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടു. നോക്കൂ, രാജീവ് ഗാന്ധി ആരാണെന്ന് പോലും ഇവർക്കൊന്നും അറിയില്ല. യഥാർത്ഥത്തിൽ നെഹ്റു ആര്, ഗാന്ധി ആര്, ഇവരുടെ പ്രത്യയശാസ്ത്രം എന്ത് എന്നൊന്നും ഇവർക്കറിയില്ല. അപ്പോൾ അതറിയാതെ കേവലപരമായി ഏതെങ്കിലും വിധത്തിൽ ഇത്തരത്തിൽ ആളുകളെ, വിദ്യാർത്ഥികളെ കൂട്ടാൻ ക്യാമ്പസുകളിലും ഇവരുടെ കൂട്ടായ്മകളിലും ലഹരിയും മയക്കുമരുന്നും കടത്തുകയാണ് KSU ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിലെ വിഷയം എന്താ? മദ്യം ചെന്നെത്തിച്ചതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ വിഷയത്തിൽ നിന്ന് നമ്മൾ ആരും തെന്നിമാറരുത്. KPCC ഇടപെട്ടു എന്നതൊക്കെയാണ് പറയുന്നത്, അതല്ലല്ലോ വിഷയം. മദ്യം അവിടെ എത്തിയതുമായി ബന്ധപ്പെട്ടാണ് വിഷയം. ആ വിഷയത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? മദ്യം അവിടെ എത്തിയതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ തമ്മിൽ തല്ലി. അവിടുത്തെ തമ്മിൽ തല്ലിയത് കേവലപരമായി KSUവിൻ്റെ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളൊന്നുമല്ല, പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. 298ഓളം വരുന്ന എറണാകുളം തൊട്ട് തിരുവനന്തപുരം വരെ വരുന്ന ജില്ലകളിലെ നേതാക്കന്മാരാണ് ഇത്തരത്തിൽ തമ്മിൽ തല്ലിയത്. അപ്പോൾ ഈ തമ്മിൽ തല്ലിയ ആൾക്കാരുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ എന്താ വിഷയം? മദ്യം അവിടെ എത്തിയതുമായി ബന്ധപ്പെട്ടാണ്. യഥാർത്ഥത്തിൽ അന്ന് ആ മദ്യാസക്തി ഇല്ലാത്ത ആരും തന്നെ ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ക്യാമ്പിൽ എന്താ വിളമ്പുന്നത്? മദ്യമാണോ? ഇവർ ഈ കേരളത്തിലെ എല്ലാവിധത്തിലുമുള്ള അരാജക പ്രവണതകൾക്കും നേതൃത്വം കൊടുക്കുകയല്ലേ? എന്താണ് നേരത്തെ KSUവുമായി ബന്ധപ്പെട്ട് KSUയുടെ തകർച്ചയെക്കുറിച്ചൊക്കെ ഇവർ പറഞ്ഞു. എന്താ യഥാർത്ഥത്തിൽ KSUവിൻ്റെ തകർച്ചകളുടെ കാരണം? ക്യാമ്പസിൽ അരാജകത്വം സംഘടിപ്പിച്ചു, ക്യാമ്പസിൽ വിദ്യാർത്ഥികളെ കൊലപ്പെടുത്തി, ക്യാമ്പസിൽ റാഗിംഗ് സംഘടിപ്പിച്ചു. എല്ലാവിധ തെറ്റായ പ്രവണതകളുടെയും പര്യായമായി KSU മാറി.
അതായിരുന്നില്ലേ KSUവിന്റെ ചരിത്രവും ഇപ്പോഴത്തെ വർത്തമാനത്തിൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതിനെ ന്യായീകരിക്കാനൊന്നും നമ്മൾ ശ്രമിച്ചേക്കരുത്. വസ്തുതയായി കാണണം. എന്നിട്ടോ KPCC ഇവിടെ അന്വേഷണ കമ്മീഷനെ സ്ഥാപിച്ചു. അന്വേഷണ കമ്മീഷൻ സ്ഥാപിച്ച ഘട്ടത്തിൽ അതേ ഘട്ടത്തിൽ തന്നെയാണ് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് വന്നിട്ടിരുന്നു പറയുന്നത്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ അന്വേഷണ കമ്മീഷൻ എന്തിനാ? ഈ വീഡിയോ എവിടുന്ന് കാണുന്നതാ? അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ എല്ലാവരെയും കാണുന്നുണ്ട്. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ എല്ലാവിധത്തിലും സാമൂഹ്യ അരാജക പ്രവണതകൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് KSU ചെയ്യുന്നത്. ഇത് കേവലം ഇത് മാത്രം കണ്ടാൽ പോരാ. ഇപ്പം ഞാനിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ 2 ദിവസം മുമ്പ് കണ്ണൂരിൽ പഴയങ്ങാടി വെച്ച് ITIയിൽ വെച്ച്, കണ്ണൂരിലെ പഴയങ്ങാടി മാടായി ITIയിൽ വെച്ച് അവിടുത്തെ KSUവിൻ്റെ ഇന്നത്തെ ഫൈൻ ആർട്സ് സെക്രട്ടറി ആയിട്ടുള്ള വിദ്യാർത്ഥിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, കയ്യിൽ കഞ്ചാവ് വെച്ചതിന്. വാർത്ത വന്നതാണ്. എല്ലാവിധത്തിലും ഇപ്പോൾ ആ കേസ് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ FIR വേണേ ഞാൻ നൽകാം. ഇത് അവിടെ മാത്രമല്ല, പാലക്കാട് വിക്ടോറിയ കോളേജിൽ വെച്ച് ഇവരൊരു ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് സംഘടിപ്പിച്ചത് ശനി ഞായർ ദിവസങ്ങളിലൊക്കെയാണ്. തിങ്കളാഴ്ച വിദ്യാർത്ഥികൾ വന്നു നോക്കുമ്പോൾ ക്ലാസ് മുറിയിൽ മൊത്തം മദ്യക്കുപ്പികളാണ്. ചില ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കയറാൻ കഴിയുന്നില്ല. ഇത് 1-2 ഉദാഹരണങ്ങളല്ല, ഒരു വലിയ ഘോഷയാത്ര പോലെയാണ്. അരാജക പ്രവണതകൾക്ക് നേതൃത്വം കൊടുത്താണ് ഇവർ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്നത്. അല്ലാതെ ഇവർക്ക് എന്ത് മുദ്രാവാക്യമാണ് വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാനുള്ളത്? ഇവിടെ മറ്റ് KSUവിന്റെ പ്രവർത്തകരൊന്നുമില്ല. അപ്പോൾ KSUവിനെ ന്യായീകരിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ N. ശ്രീകുമാറാണ് പറഞ്ഞത്. അദ്ദേഹം പറയട്ടെ, എന്താണ് ഈ കാലഘട്ടത്തിൽ KSUവിന്റെ മുദ്രാവാക്യം? വിദ്യാർത്ഥികൾ അഭിസംബോധന ചെയ്യുന്ന വിഷയം എന്താണ്? പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചുള്ള KSUവിന്റെ നിലപാട് എന്തെങ്കിലും ഉണ്ടോ? അതൊന്നും നിങ്ങൾക്ക് പോലും അറിയില്ല, വിദ്യാർത്ഥികൾക്കും അറിയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ വിഷയം എന്താ? ഈ കള്ളും കഞ്ചാവും ഉൾപ്പെടെ അരാജക പ്രവണതകൾ ഈ സംഘടനയിൽ വളർത്തിയാണ് നിങ്ങൾ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്നത്. ഇത് തെറ്റായ പ്രവണതയാണ്. ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അത് KPCC കേവലപരമായ ഒരു അടിയുണ്ടായപ്പോൾ അത് ചോദ്യം ചെയ്തു എന്നല്ല നിങ്ങൾ യഥാർത്ഥത്തിൽ കാണേണ്ടത്. ഈ സംഘടന നിലനിൽക്കില്ല എന്നേ. കാരണം എന്താ? ഈ സംഘടനക്ക് രാഷ്ട്രീയമില്ല. നീലാകാശം പോലെ തെളിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. നീലാകാശം പോലെ തെളിഞ്ഞിട്ടൊന്നുമില്ല. പണ്ടേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ, ദശാബ്ദങ്ങൾ, ഈ പറഞ്ഞതുപോലെ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ എന്തു പറ്റുന്നു? എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഈ പറഞ്ഞ പോലെ കാർമേഘം പോലെ ഇരുണ്ട് കഴിഞ്ഞിരിക്കുന്നു ഈ സംഘടന. ആ സംഘടനയിൽ നിന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം അരാജക പ്രവണതയും വിദ്യാർത്ഥി വിരുദ്ധവുമായിട്ടുള്ള നിലപാടുകളാണ്. റാഗിങ്ങിന് നേതൃത്വം കൊടുക്കുക, ഇത്തരത്തിലുള്ള സാമൂഹ്യ അരാജക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക, ഇതല്ലാതെ മറ്റെന്താണ് ഈ കാലഘട്ടത്തിൽ ഇവർക്ക് പറയാൻ കഴിയുക? അതോടൊപ്പം KSU പ്രസിഡന്റിന്റെ ആ പത്രസമ്മേളനം തന്നെ മുഴുവൻ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്കുള്ള മുഴുവൻ അസത്യങ്ങൾ നിറഞ്ഞിട്ടുള്ളതായിരുന്നു. എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം അതിനകത്ത് പറഞ്ഞു മൈന്യൂട്ടായിട്ടുള്ള വിഷയമാണ്. എന്താ മൈന്യൂട്ടായ വിഷയം? ഒരു പ്രവർത്തകന്റെ തലയടിച്ച് പൊളിച്ചതാണോ മൈന്യൂട്ടായ വിഷയം? ദൃശ്യം കണ്ടില്ല എന്നാണ് അദ്ദേഹം പിന്നെ പറഞ്ഞത്. ആ പ്രസ്താവന നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ദൃശ്യം കണ്ടില്ല. കാണാതെ ഇയാൾക്ക് എങ്ങനെയാ പറയാൻ പറ്റിയ മൈന്യൂട്ട് വിഷയമാണ്? ഇത് ഇന്നലത്തെയാണോ മെഞ്ഞാനത്തെയാണോ? ഇപ്പോൾ കൈരളിയുടെ തന്നെ റിപ്പോർട്ടറോട് ചോദിക്കുന്നത് കണ്ടു, ഇത് ഇന്നലത്തെയാണോ ഇത് മെഞ്ഞാനത്തെയാണോ? അപ്പോൾ എല്ലാ ദിവസവും ഇത് തന്നെയായിരുന്നോ പരിപാടി? അതാണല്ലോ അതിൻ്റെ ഒരു രത്ന ചുരുക്കം. അത് ഉദ്ദേശിക്കുന്നത് ആ തരത്തിലാണല്ലോ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ നിലയിലാണ്. അതിനിടക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായമാണെങ്കിൽ ആ സംഘടനയുടെ പേര് SFI എന്നല്ലല്ലോ, തമ്മിലടിച്ച് കൊല്ലുന്നതിൻ്റെ പേരാണോ KSU എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും SFIയെ ഒരു ഘട്ടത്തിലും ഈ കൂട്ടത്തിൽ കിട്ടില്ല എന്ന് അവർക്ക് കൃത്യമായി ധാരണയുണ്ട്. SFIയെ സംബന്ധിച്ചിടത്ത് അതിന് നിലപാടുണ്ടെന്നും അതിന് രാഷ്ട്രീയമുണ്ടെന്നും KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അടിവരയിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി പോലും പറയാൻ സൗകര്യമില്ല. പരിക്കേറ്റവരുമായി ബന്ധപ്പെട്ട ഒരു വിവരം അറിയില്ല. അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. ആരൊക്കെ നിയോഗിച്ചു? പഴകുളം മധു, AM നസീർ, ഇവരെയൊക്കെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ടും KSU സംസ്ഥാന പ്രസിഡന്റ് അറിവില്ല. ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ ക്യാമ്പിന്റെ പേരെന്താ? റീസർജൻസ് എന്ന് പേരിട്ട്, പുനരുദ്ധാരണം എന്ന് പേരിട്ടിട്ട് എല്ലാവിധ അനബലിഷ്ണീയമായ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തു. ഈ എന്തൊക്കെ വിരോധാഭാസമാണ് ഈ സംഘടനയിൽ നടക്കുന്നത്. ഇനി എത്രയൊക്കെ മഷി പിടിപ്പിച്ച് നിങ്ങൾ എഴുതി വെച്ചാലും, ഇനി എങ്ങനെയൊക്കെ ഈ സംഘടനയെ തിരികെ കൊണ്ടുവരണമെന്ന് നിങ്ങൾ ശ്രമിച്ചാലും, എത്ര മാധ്യമങ്ങൾ ശ്രമിച്ചാലും, ശ്രീകുമാർ അദ്ദേഹത്തെ പോലുള്ള എത്ര മാധ്യമ പ്രവർത്തകർ ശ്രമിച്ചാലും അതിന് കഴിയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. രാഷ്ട്രീയ വന്ധീകരിക്കപ്പെട്ട സംഘടനയായി KSU മാറിയിരിക്കുന്നു. ഒരു ഘട്ടത്തിലും ഇന്നത്തെ സമകാലീന ഇന്ത്യൻ സാഹചര്യത്തിൽ, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, കേരളത്തിലെ ക്യാമ്പസുകളിൽ പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്തവരായി KSU മാറിയിരിക്കുന്നു. ഇവർക്ക് ഇതല്ലാതെ മറ്റൊന്നും കഴിയില്ല എന്ന് അടിവരയിട്ട് പറയാനാണ് ഞങ്ങൾ ഈ സമയം വിനിയോഗിക്കുന്നത്. അതോടൊപ്പം സഞ്ജീവ്, മറ്റു വിഷയങ്ങളിലേക്ക് നമുക്ക് വരാം. ഞാൻ ശ്രീ M. ജയചന്ദ്രനിലേക്ക് കൂടി പോകട്ടെ. ശ്രീ M. ജയചന്ദ്രൻ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവും അവിടെ നടന്നിട്ടേ ഇല്ല എന്നാണ് അലോഷ്യസ് സേവ്യർ മാധ്യമങ്ങളോട് പറയുന്നത്. ഈ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുള്ളപ്പോഴും ചെറിയൊരു പ്രശ്നം
സഞ്ജീവ് പറഞ്ഞതുപോലെ മൈന്യൂട്ട് ആയിട്ടുള്ളൊരു തർക്കം എന്നത് മാത്രമാണ് പറയുന്നത്. അപ്പോൾ അലോഷ്യസ് സേവ്യറിനും ആ ക്യാമ്പിലുണ്ടായിരുന്ന മറ്റു പലർക്കും എന്തൊക്കെയോ ഒളിക്കാനുണ്ട്. മദ്യപാനവുമായി ബന്ധപ്പെട്ട് മദ്യം ഈ ക്യാമ്പിലേക്ക് എത്തിച്ചതുമായി ബന്ധപ്പെട്ടൊരു തർക്കമാണ് ഇതിന്റെ തുടക്കം എന്ന ഒരു വശത്ത് ആരോപണം നിൽക്കുന്നു. അല്ല, KPCC നേതൃത്വത്തെ ചൊല്ലിയുള്ള ചില തർക്കങ്ങളാണ്, അത് ഇടുക്കിയിൽ നടന്ന KSU നേതൃക്യാമ്പിൽ നിന്നും തുടങ്ങിയതാണ് എന്ന തരത്തിലുള്ള മറ്റു വ്യാഖ്യാനങ്ങൾ മറുവശത്ത് നിൽക്കുന്നു. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അലോഷ്യസ് സേവ്യറിനും KSUവിനും ഈ വിഷയത്തിൽ എന്താണ് ഒളിക്കാനുള്ളത് പൊതുസമൂഹത്തിൽ നിന്ന്? ഇത് അസിത, ഈ വിഷയത്തിൽ ഞാൻ കേട്ടത്, അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത്, ഇത് റിസർജൻസ് എന്ന പേരിട്ട് നടത്തിയ ഈ സംഭവത്തിൽ കോൺഗ്രസ്സിലെ പടലപ്പടക്കങ്ങളുമായി ഗാഢമായ ബന്ധമുണ്ട് അവിടെ നടന്ന ഇഷ്യൂസിന് എന്നാണ് മനസ്സിലാവുന്നത്. അതേസമയം തന്നെ ഒരു ഭാഗത്ത് ഇത് ഇപ്പോൾ നമ്മുടെ SFI പ്രതിനിധി പറഞ്ഞതുപോലെ മദ്യത്തിൻ്റെ ഏർപ്പാട്, മയക്കുമരുന്നിൻ്റെ ഏർപ്പാടൊന്നും ഇതുവരെ വന്നിട്ടില്ല, മദ്യത്തിൻ്റെ ഏർപ്പാടുണ്ടായിരുന്നു. അതും സജീവമായി കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ അത്തരത്തിൽ വരുന്നുണ്ട്. അത് പഴകുളം മധുവിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷൻ ആ കാര്യങ്ങളൊക്കെ പരിഗണിക്കും. അവരുടെ റിപ്പോർട്ടിൽ അത് ഉണ്ടാകും എന്ന് പ്രത്യാശിക്കാം. ഏതായാലും നമ്മളിത് കാണുമ്പോൾ അസിത, കേരളത്തിൽ എന്നെപ്പോലുള്ളവർക്കൊക്കെ തോന്നുന്നത്, ഒരുപക്ഷെ ശ്രീകുമാറിനും ഒക്കെ തോന്നുന്നത്, KSUവിൻ്റെ നേതൃത്വം എന്ന് പറയുന്ന AK ആന്റണിയിൽ തുടങ്ങുന്ന ഒരു വൈബ്രൻറ്റ് ലീഡർഷിപ്പ്, അതാണ് ആദ്യം മനസ്സിൽ വരിക. KSU നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ ഏതാണ്ട് 70കളുടെ മധ്യം അവസാനം വരെ എന്ന് തന്നെ പറയാം, കേരളത്തിലെ കലാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ SFIയേക്കാൾ വളരെ മുൻപിൽ നിന്ന വിദ്യാർത്ഥി സംഘടന തന്നെയാണ് KSU. 70കളുടെ ഒടുവിൽ മുതലാണ് അവർ പിന്നാക്കം പോയി തുടങ്ങുന്നത്, ഒന്ന് ഫെയ്ഡ് ഔട്ട് ആവുന്ന ആ സമയം മുതലാണ്. അതുവരെ കേരള രാഷ്ട്രീയത്തിലേക്ക് കുതിച്ചുയർന്ന എല്ലാവരും, AK ആൻ്റണി, വയലാർ രവി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എത്രയോ നേതാക്കൾ, G കാർത്തികേയൻ, രമേശ് ചെന്നിത്തല, MA ഷാനവാസ് തുടങ്ങിയ ഈ നേതാക്കളുടെ വലിയൊരു നിരയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശ്രീകുമാറിനെ പോലുള്ളവർക്ക് പ്രത്യേകം അറിയുന്ന അവരുടെ ഒരു നേതൃതലം വേറെ, അങ്ങനെയൊക്കെയുള്ള വലിയൊരു വൈബ്രൻറ്റ് ലീഡർഷിപ്പുള്ള, എല്ലാവരാലും ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും പൊതുജനങ്ങൾ പ്രത്യേകിച്ചും പേരൻസ് ഉൾക്കൊള്ളുകയും ചെയ്തിരുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു KSU എന്ന് എനിക്കറിയാം. ആ KSUവിന് വിധിവൈപരീത്യം എന്നല്ലാതെ ഇതിനിപ്പം മറ്റൊന്നും പറയാൻ നമുക്ക് ഇപ്പോൾ തോന്നുന്നില്ല. ആ തരത്തിലേക്ക് ആ സംഘടന അധപ്പതിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ഇപ്പോൾ ഈ ചർച്ച നടക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഒരു വാചകമാണ് KPCC പ്രസിഡൻറ്റിൻ്റെ. ധീരജിനെ കുത്തിയ മറ്റേ ആ പൈലി ഉണ്ടല്ലോ, നിഖിൽ പൈലി, അയാളെക്കുറിച്ച് എൻ്റെ കുട്ടികളാണ്, തൊടാൻ സമ്മതിക്കില്ല എന്നുള്ള നിലയിൽ. അപ്പോൾ എവിടുന്നാണ് രക്ഷാകർതൃത്വം വരുന്നത്? ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഈ തിന്മകൾക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഘടനാപരമായിട്ടുള്ള വ്യതിയാനങ്ങൾ, അബറേഷൻസ് എന്ന് പറയാമല്ലോ, അത്തരത്തിലുള്ള വ്യതിയാനങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രേരക ഘടകം എന്ന് തന്നെ പറയാവുന്ന ചില പ്രവണതകൾ അവരുടെ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടാണ് ഈ കുട്ടികൾ മുമ്പോട്ട് വരുന്നത്. ഇതിപ്പോൾ എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ ഏതാണ്ട് 300ഓളം പേര് പങ്കെടുത്തു എന്നാണ് അറിയുന്നത്. അത്രയും പേർ പങ്കെടുത്ത ഒരു ലീഡർഷിപ്പ് ക്യാമ്പ് തന്നെയാണ് ഇത് അല്ലാതെ കുറേ പേരെ വിളിച്ച് നടത്തുന്ന ഒരു റിസർജൻസ് അല്ല, ഇതൊരു തരം ലീഡർഷിപ്പ് ക്യാമ്പ് തന്നെയാണ്. ശ്രീകുമാറിന് ഓർമ്മയുണ്ടാവും, നമ്മൾ കഴിഞ്ഞ വർഷം കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് ക്യാമ്പ് വയനാട്ടിൽ നടന്നപ്പോൾ അതിനുശേഷം നടത്തിയ ചർച്ചയിൽ ഞാനും താങ്കളും പങ്കെടുത്തത് ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ പക്ഷേ നമ്മുടെ വിഷയം KSU ആണല്ലോ. KSUവിൻ്റെ ഈ കാര്യത്തിൽ ഇത്തരത്തിലാണോ ഈ സംഘടന ഇങ്ങനെ നിലനിൽക്കേണ്ടത്? അത് നിലനിൽപ്പിൻ്റെ പ്രശ്നം തന്നെയായിട്ട് തന്നെ വേണം അതിനെ പരിഗണിക്കാനായിട്ട്. ഈ സംഘടന ഇങ്ങനെയാണോ നിലനിൽക്കേണ്ടത് എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം ഉയരുന്നത് എവിടുന്നാണ്? KSUവിൻ്റെ കേരള സ്റ്റുഡൻസ് യൂണിയൻ എന്ന ആ സംഘടനയുടെ അകക്കാമ്പിൽ തന്നെയാണ് ആ ചോദ്യം ഉയരേണ്ടതും. അത് എന്തിനാണ് ഇങ്ങനെ നിലനിൽക്കുന്നത്? ഇങ്ങനെ തമ്മിലടിക്കുന്ന
മദ്യത്തിന് വേണ്ടി കടിപിടി കൂട്ടുന്ന ആശയ പിന്നെ ഈ ദൗർബല്യം അല്ലല്ലോ ഇത്. ആശയ ദൗർബല്യം എന്ന് പറയാനേ കഴിയില്ല. ഈ പറഞ്ഞ തരത്തിലുള്ള ഗുരുതരമായ വ്യതിയാനങ്ങൾ ആസ്വദിച്ചു തന്നെ ഇത്തരം ക്യാമ്പുകൾ പങ്കെടുക്കുകയും അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്ന, എന്നിട്ട് പിന്നീട് അതിന് പലതരത്തിലുള്ള നിറങ്ങളൊക്കെ വരുന്നുണ്ട്. ആ നിറങ്ങളൊക്കെ ഇവിടെ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പല നേതാക്കളുടെയും നിറങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നുമില്ല. അങ്ങനെയൊന്നും കോൺഗ്രസിൽ വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു പൗരനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ആ ഭാഗം പറയുന്നുമില്ല. ഏതായാലും ഈ തരത്തിൽ ഇങ്ങനെയൊരു സംഘടന പോകുന്നത് പിന്നെ അഭിലഷണീയമല്ല എന്ന് തോന്നുന്നുകൊണ്ടാകുമല്ലോ KPCC അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്രമീകരണം, ഇത്തരത്തിലുള്ള നടപടികൾക്ക് നിയന്ത്രണം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നതുകൊണ്ട് കൂടിയാണിത് പിന്നെ ഈ കമ്മീഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അതിൻ്റെ എന്തൊക്കെയാണ് അവരുടെ കാര്യങ്ങളെന്നുള്ളത് അറിയട്ടെ. അറിഞ്ഞു കഴിഞ്ഞ് ബാക്കി പിന്നെ ഈ അറിഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളും ഇനി പുറത്തുവരാനിരിക്കുന്ന വേണ്ടി വന്നാൽ ഈ ചർച്ചയിൽ തന്നെ അപ്പോൾ പറയുകയും ചെയ്യും. ശ്രീ എം ജയചന്ദ്രൻ, എൻ ശ്രീകുമാർ, ഇനിയിപ്പോൾ നമ്മൾ ഈ വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക് വരുമ്പോൾ രണ്ട് തരത്തിൽ ഇപ്പോൾ എം ജയചന്ദ്രൻ പറയുന്നത് പോലെ ഈ KPCCയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ, അത് നേതൃതലവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വാദമായി നിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് സഞ്ജീവ് പറഞ്ഞതുപോലെ ഈ മദ്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന്. നോക്കൂ, അതിൽ ഒന്നാമത്തേതാണെങ്കിൽ ഈ KPCCയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ഈ താൽക്കാലിക പദവിയിൽ നിന്നും MM ഹസനെ മാറ്റി K സുധാകരൻ ആ കസേര പിടിച്ചു വാങ്ങുന്നതടക്കമുള്ള സംഭവങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിൽ KSUവിനുള്ളിലും അമർഷമുണ്ടാകും, ഒരു പക്ഷേ അതാകാം. അങ്ങനെയാണെങ്കിൽ ഒരു പരിധിവരെ അത് അവരുടെ സംഘടനാ പ്രശ്നമാണ് എന്ന് കണ്ട് നമുക്ക് മാറി നിൽക്കാം. പക്ഷേ ഈ ഒരു ക്യാമ്പിലേക്ക് മദ്യം എത്തിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കവും അതിനെ തുടർന്നുള്ള തമ്മിലടിയുമാണെങ്കിൽ ഈ സംഘടന തന്നെ പിരിച്ചുവിടണ്ടേ? ഇങ്ങനൊരു സംഘടനയ്ക്ക് എന്ത് ബാധ്യതയാണ്, എന്തൊരു ഉത്തരവാദിത്തമാണ് ഒരു സമൂഹത്തിനോട് നിർവഹിക്കാനുള്ളത്? നോക്കൂ അഷിത, ഇവിടെ ഞാനതാ KSU ക്യാമ്പിൽ കുട്ടികൾ തമ്മിലുണ്ടായ കോളർ പിടുത്തവും ഉന്തും തള്ളിനെ കുറിച്ചൊക്കെ ഞാൻ വ്യക്തമായി പറഞ്ഞു. പാടില്ലാത്തതാണ് സംഭവിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ മദ്യവും മയക്കുമരുന്നൊക്കെയാണ് എൻ്റെ സുഹൃത്ത് ജയേന്ദ്രനും അതുപോലെ SFIയുടെ നേതാവുമൊക്കെ പറഞ്ഞത്, ശ്രീ സഞ്ജീവൊക്കെ പറഞ്ഞത്. അതെന്തായാലും നന്നായി. കാരണം നമ്മളിന്ന് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയം മദ്യമാണല്ലോ. അപ്പോൾ മദ്യത്തിൻ്റെ ആ ഒരു ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് 2 CPM മന്ത്രിമാർ കുടുങ്ങി എന്നൊക്കെ വാർത്ത വന്ന ഈ സമയത്ത് KSU ക്യാമ്പിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് വാർത്ത തിരിച്ചുവിടാൻ സഹായകമായി എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് KPCC പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്ത് ഈ കാര്യം അവസാനിപ്പിക്കുന്നത്. ശ്രീകുമാർ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൈരളി വിശദമായി ചർച്ച ചെയ്ത വിഷയം കൂടിയാണ്, എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നുമുണ്ട്. ഞാൻ ചോദിച്ചത് അതല്ല, ഈ മദ്യ ഉപയോഗവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇത് എന്നുള്ളത് എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വിഷ്വൽ തന്നെ നോക്കൂ, ഈ ദൃശ്യങ്ങൾ തന്നെ ആ ക്യാമ്പിനുള്ളിൽ നിന്ന് മാധ്യമങ്ങൾക്ക് കിട്ടിയതാണല്ലോ. അപ്പോൾ അത് നൽകിയത് ഈ സംഘടനയിൽ ഉൾപ്പെട്ട ആളുകൾ തന്നെയാണ്. അവർ നൽകുന്ന വിവരമാണിത്. ഈ അടി നടക്കുന്നതിന്റെ തലേ ദിവസം രാത്രി അവിടെ വണ്ടിയിൽ മദ്യക്കുപ്പികൾ എത്തിച്ചിരുന്നുവെന്നും നിരവധി കണക്കിന് ഈ ക്യാമ്പ് തുടങ്ങിയ ദിവസം മുതൽ മദ്യത്തിന്റെ ഒഴുക്ക് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും ക്യാമ്പിനുള്ളിൽ നിന്നുള്ള ആളുകൾ മാധ്യമങ്ങളോട് പറയുകയാണ്. അല്ല, ഇന്നലെ ഇത് മാധ്യമങ്ങളിലൊക്കെ പത്രങ്ങളിലൊക്കെ നാളെ വരികയുള്ളൂ. ഇന്നെല്ലാം ചാനലുകൾ ഇത് കാണിച്ചു. അപ്പം മദ്യം അവിടെ കൊണ്ടുവന്നായിരുന്നു എനിക്കറിയാതെ ഞാൻ എങ്ങനെയാണ് പറയുക. നിങ്ങൾ മദ്യം എന്ന് പറഞ്ഞോളൂ, മയക്കുമരുന്നെന്നൊക്കെ പറഞ്ഞോളൂ, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം അത് ഓരോരുത്തരുടെ ഒരു ശൈലിയിൽ അങ്ങനെ പറഞ്ഞോട്ടെ. പക്ഷേ ഈ മദ്യവും മയക്കുമരുന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ഒരു സമകാലിക വിഷയം ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഇവിടെ SFIയുടെ സുഹൃത്ത് വളരെ ഇതായിട്ടൊക്കെ പറഞ്ഞു, കേരളത്തിലെ KSUവിനെ കുറിച്ച് അങ്ങനെ മദ്യം മയക്കുമരുന്നൊക്കെ ആയിട്ട് അദ്ദേഹം കൂട്ടി പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥിയെ എങ്ങനെയാണ് മരിച്ചത്, അതിലാരാണ് പ്രതിസ്ഥാനത്ത്, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. AISF വനിതാ നേതാവിൻ്റെ പരാതി ആർക്കെതിരെയാണ് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ ഈ മയക്കുമരുന്നും മദ്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് മയക്കുമരുന്നും മദ്യമൊക്കെ KSU ക്യാമ്പിലേക്ക് കൊണ്ടുവരണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നോളൂ. പക്ഷേ ഇതൊരു രാഷ്ട്രീയമായ KPCC എടുത്ത തീരുമാനമാണ് ഞാൻ പറഞ്ഞത്. അതായത് ആ ക്യാമ്പിൽ തല്ലുകൂടി കുട്ടികൾ പരസ്പരം തമ്മിലടിച്ചു. ആ തമ്മിലടി കോൺഗ്രസ് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവർക്കെതിരെ നടപടി ഉണ്ടാകും. അതിനടിസ്ഥാനപരമായ 1-2 കാര്യങ്ങളുണ്ട്. ശ്രീമതി അഷിത ഇവിടെ പറഞ്ഞു ഗ്രൂപ്പിസം. KSUവിൻ്റെ ദക്ഷിണ മേഖല ക്യാമ്പിലാണോ KPCC നേതൃത്വത്തിൻ്റെ ഗ്രൂപ്പിസം ചർച്ച ചെയ്തത്? നോക്കൂ, 230 കുട്ടികൾ അവിടെ വന്നത് KSUവിൻ്റെ അടുത്ത കലാലയ തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്.
അങ്ങനെ വന്നപ്പോൾ 1-2 വാട്സപ്പ് ഗ്രൂപ്പിൽപ്പെട്ട കുട്ടികൾ അവിടുത്തെ സംഘടനാപരമായ പ്രശ്നങ്ങൾ സംബന്ധിച്ച് തർക്കമുണ്ടായി. ആ തർക്കം ഉന്തിലും തള്ളിലും എത്തിയെന്നുള്ള സത്യമാണ്. അതുകൊണ്ടാണല്ലോ KPCC പരസ്യമായിട്ട് അന്വേഷണ കമ്മീഷനെ വെച്ചത്. ആരും നുണ പറഞ്ഞില്ലല്ലോ, അങ്ങനെ സംഭവിച്ചില്ലെന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷേ അതിലേക്ക് മദ്യം മയക്കുമരുന്നതൊക്കെ പറയുമ്പോൾ ഒരുപാട് വിഷയങ്ങളിലൊക്കെ നമ്മുടെ ചുവട് മാറ്റേണ്ടി വരും. അത് ഞാനതിൽ തയ്യാറല്ല. ഞാനിവിടെ ആ ക്യാമ്പിനെ കുറിച്ച് മാത്രമാണ് നിങ്ങളുടെ ചർച്ചയ്ക്ക് എന്നെ വിളിച്ചത്. അതിനെക്കുറിച്ച് പറയാം. ആ ക്യാമ്പിലെ KSUക്കാരെ ഒരു കോൺഗ്രസ്സുകാരനും, തല്ലുകൂടിയ KSUക്കാരെ ഒരു കോൺഗ്രസ്സുകാരനും ന്യായീകരിക്കില്ല. അങ്ങനെ ന്യായീകരിക്കാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ സമകാലിക പ്രതിപക്ഷം UDF കൊണ്ടുവരുന്ന വിഷയങ്ങൾ മാറ്റപ്പെടാൻ പാടില്ല. ഇവിടെ മദ്യത്തെക്കുറിച്ച് പറഞ്ഞത് ഞാൻ സമകാലികമെന്ന് സൂചിപ്പിക്കാൻ കാരണം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്താൻ വേണ്ടി അവരൊരു പ്രകടന പത്രിക തയ്യാറാക്കിയപ്പോൾ അവർ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം മദ്യത്തിൻ്റെ ലഭ്യത കുറച്ചു കൊണ്ടുവരിക, അങ്ങനെ മദ്യവർജനം എന്നാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നം എന്താണ്? കൂടുതൽ ബാറുകൾ അനുവദിക്കുന്നതിനെ കുറിച്ചാണ്. അത് ഞാൻ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാൻ കാരണം, KSU ക്യാമ്പിലേക്ക് മദ്യം കൊണ്ടുവന്നു എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ എന്നെ അതിലേക്ക് നിങ്ങൾ വലിച്ചഴച്ചതാണ്, അല്ലാണ്ട് ഞാനായിട്ടത് കൊണ്ടുവന്നതല്ല. ഇവിടെ KSU ക്യാമ്പിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അവിടെ കുട്ടികൾ തമ്മിലുള്ള ഈ പ്രശ്നത്തിൽ KPCCക്കോ കോൺഗ്രസ് നേതാക്കൾക്കോ, എന്തിന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കോ KSUവിൻ്റെ സംസ്ഥാന ഭാരവാഹികൾക്കോ ഒരു പങ്കുമില്ല. പക്ഷേ അവിടെ തമ്മിൽ തല്ലുണ്ടായാൽ എന്തായാലും അത് കണ്ണടച്ച് അത് സാരമില്ലെന്ന് പറയാൻ തയ്യാറല്ല. കാരണം എന്താണ്? KSU കലാലയങ്ങളിൽ തിരിച്ചു വരികയാണ്. ഇവിടെ ഇരിക്കുന്ന SFIയുടെ എൻ്റെ അനുജൻ ശ്രീ സഞ്ജീവൻ, അദ്ദേഹത്തിന് അറിയാം. അതായത് കേരളത്തിലെ കോളേജുകളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ SFIക്ക് ഉണ്ടായ തിരിച്ചടി അറിയാം. ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ തിരിച്ചടി SFIക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു തെറ്റായ ഒരു പ്രവണത ക്യാമ്പിലുണ്ടായത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതിന് ഉത്തരവാദികളായ കുട്ടികൾ ആരാണെങ്കിലും അവർക്കെതിരെ നടപടി ഉണ്ടാകും, സംശയം വേണ്ട. അങ്ങനെ നടപടി എടുക്കണമെങ്കിൽ അന്വേഷിക്കണം. ചുമ്മാ ആരെങ്കിലും പറഞ്ഞു കേട്ട് അന്വേഷിക്കാൻ പറ്റുമോ? അപ്പോൾ എന്താണ് സംഭവിച്ചത്? അവിടെ ഉന്തും തള്ളും ഉണ്ടായി, പിടിച്ചു തള്ളി എന്നുള്ളതൊക്കെ ശരിയാണ്. അത് എങ്ങനെ സംഭവിച്ചു? ആരാണ് പ്രതികൾ? ആരാണ് ഉത്തരവാദികൾ? അത് കണ്ടെത്തണം. കണ്ടെത്തിയിട്ട് നടപടി എടുക്കും. അങ്ങനെ നടപടി എടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് KPCC എന്ന് നാളെ നിങ്ങൾക്ക് പറയേണ്ടി വരും. അപ്പോൾ നിങ്ങൾ KPCCയെ ബഹുമാനിക്കണം. അല്ലാതെ KPCC എന്തിനാ ഇടപെട്ടെന്ന് ചോദിക്കുകയല്ല വേണ്ടത്. അപ്പോൾ അവിടെ നിങ്ങൾ ഈ വിഷയം വരുമ്പോൾ ക്യാമ്പിലെ മദ്യം ഒഴുക്കി എന്നൊക്കെ പറയുമ്പോൾ ആലോചിച്ച് പറയണം ശ്രീമതി അക്ഷിത. അതിനൊന്നും യാതൊരു തെളിവും എൻ്റെ പക്കലില്ല. ഇനി നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ നിങ്ങൾ ആ ചിത്രമൊക്കെ ഒന്ന് കാണിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അതല്ലെങ്കിൽ നമ്മൾ ഇത് KSU കുട്ടികളുടെ ക്യാമ്പിലത്തെ തല്ലും അതിൽ KPCC അന്വേഷണം നടത്തുക. പിന്നെ മദ്യത്തിന്റെ കാര്യം ചോദിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റിനെയാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ എങ്ങനെ അംഗീകരിക്കാനാണ്? ശ്രീ എൻ ശ്രീകുമാർ, ഞാൻ മടങ്ങി വരാം. സഞ്ജീവ്, ഇവിടെ മദ്യവുമായി ബന്ധപ്പെട്ട വിഷയം പൂർണ്ണമായും തള്ളുന്നുണ്ട് എൻ ശ്രീകുമാർ. താങ്കൾ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ KSUക്കാരൊന്നും ചർച്ചയിലില്ല എന്ന് പറഞ്ഞു. അവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ചർച്ചയിൽ ഇല്ലാത്തത്. ആകെ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് അലോഷ്യ സേവ്യറിന്റെ വാക്കുകളാണ്, KSUവിന്റെ ഭാഗമായി ഉള്ളത്. എന്തായാലും മദ്യവുമായി ബന്ധപ്പെട്ട വിഷയമല്ല അവിടെ ഉണ്ടായത് എന്ന് ഒരു പരിധി വരെയെങ്കിലും അവർ സ്ഥിരീകരിക്കുന്നു. ഈ വിഷയത്തിൽ അത്തരത്തിൽ ആദ്യമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത് SFI ആണ്. അപ്പോൾ SFIയുടെ പക്കൽ അതിനുള്ള എന്ത് അടിസ്ഥാനമായ തെളിവുകളാണുള്ളത്? ഒന്ന് നമ്മൾ കാണേണ്ടത്, ഇന്നലെ 1 മണിയോടുകൂടിയാണ് ഇവർ ഈ തമ്മിൽ തല്ലുണ്ടാവുന്നത്. ഈ 1 മണിയോടുകൂടി ഈ തമ്മിൽ തല്ലുണ്ടാവുന്ന സമയത്ത് തന്നെ അങ്ങനെ ഒരു വാർത്ത വന്നു. വാർത്ത വരുന്ന ഘട്ടത്തിൽ തന്നെ കാര്യങ്ങൾ അന്വേഷിച്ച് എങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്? അപ്പോൾ നമ്മളറിയുന്നത് വളരെ ഈ ക്യാമ്പിനുള്ളിൽ തന്നെ ഈ മദ്യം അവിടെ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് ഈ ക്യാമ്പിന് ചുമതലയുണ്ടായിരുന്ന DCC ഭാരവാഹികൾ അവരുൾപ്പെടെയുള്ളവർ അത് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥികൾക്കിടയിലുണ്ടായ കശവിശയിലാണ് ഈ തമ്മിൽ തല്ലുണ്ടായത്. ഇപ്പോൾ ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകൻ, പ്രമുഖ മാധ്യമപ്രവർത്തകനും കൂടിയായിട്ടുള്ള അദ്ദേഹം ശ്രീകുമാർ സാർ ഇവിടെ പറയുന്ന ഒരു കാര്യം ഉണ്ടായി. എന്താ വിഷയം? കോളറക്ക് പിടിച്ചു, ഉന്തും തള്ളുണ്ടായി. കോളറക്ക് പിടിക്കുകയും ഉന്തും തള്ളും എന്നല്ല ഉണ്ടായത്, ഒരാളുടെ തലയടിച്ചു പൊളിച്ചു ആശുപത്രിയിലാണ്. 2 പേർ ആശുപത്രിയിലുണ്ട്. ഒരാളുടെ തലയ്ക്ക് സാരമായ പരിക്കുണ്ട്. അവരുടെ രക്തത്തുള്ളികളാണ് ആ ക്യാമ്പിൽ ഒഴുകിയത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അങ്ങ് എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കുക? അങ്ങ് പല വിധത്തിൽ അതിനെ ന്യായീകരിക്കുന്ന കണ്ടു. എന്തൊക്കെയാ പറഞ്ഞത്? ഈ 2 മന്ത്രിമാർ, ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാർ ഇതിലൊക്കെ പെട്ടു എന്നൊക്കെ. ഞാൻ നിങ്ങളോട് പറയേണ്ടത്, ബാർക്കോഴ എന്നൊരു കാര്യം ഓർമ്മയുണ്ടോ? എത്ര മന്ത്രിമാരാണ്? പ്രധാനമായും ഒരു മന്ത്രിയുടെ മാനക്കേട് സഹിക്ക വഴിയാതെ അദ്ദേഹം രാജിവെച്ചു കേരളത്തിൽ. ബാർക്കോഴ വിഷയത്തിൽ കേരളം കത്തി. എത്ര സമരങ്ങളുണ്ടായി?
എത്ര സംഘടനകൾ തെരുവിൽ നിന്ന് അടിയേറ്റു വാങ്ങിയ സംഘടനകൾപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ വിഷയം ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇത് കൃത്യമായി ഞങ്ങൾക്ക് ധാരണയുണ്ട്. അതിന് നിങ്ങൾ പറഞ്ഞത് കേരളത്തിൽ KSU വളരുന്നതുമായി ബന്ധപ്പെട്ട് എന്തോ SFIക്ക് ഉണ്ടായ ഒരു പ്രശ്നത്തിൻ്റെ മുകളിലാണ് അവരിങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ കണ്ണൂർ സർവകലാശാലയിൽ പഠിക്കുന്ന ഒരാളാണ്. കണ്ണൂർ സർവകലാശാലയുടെ സെനറ്റ് തെരഞ്ഞെടുപ്പ് 1-ാം തീയതി അതിൻ്റെ റിസൾട്ട് വരും. 10 UUCയെ തികച്ചെടുക്കാൻ KSUവിന് ഇല്ല, 3 ജില്ലയിൽ കൂടി കേട്ടോ. 58 UUC മാളിൽ കൂടുതൽ SFIക്ക് മാത്രമുള്ള ജില്ലയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നുമില്ലാതെ വെറുതെ ഇല്ലാത്ത ജീവൻ ഒരു സംഘടനയ്ക്ക് കൊടുത്ത് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലാത്ത പറക്കാത്ത പക്ഷിയെ പറപ്പിക്കാനും ഈ വെണ്ണീറിൽ നിന്ന് ഫിനിക്സ് പക്ഷിയെ പോലെ ഉണർത്തെഴുന്നേക്കുന്ന KSU എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാൻ കൊള്ളാം. അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവർ യഥാർത്ഥത്തിൽ സാമൂഹ്യ വിരുദ്ധരാണ്. സാമൂഹ്യ വിരുദ്ധരുടെ സംഘമായി നിങ്ങളുടെ കുട്ടി നേതാക്കന്മാർ മാറിയിരിക്കുന്നു. ആ കുട്ടി നേതാക്കന്മാർ എന്തൊക്കെയാണ് സംഘടിപ്പിച്ചത് ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല, ഞാൻ നിങ്ങൾക്ക് ആധികാരികമായി തന്നെ പറയുന്നു. അത് അവിടെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായത് മദ്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് കുടിച്ചതും കുടിക്കാത്തതും ഒക്കെ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കശപിശയാണ്. തലയടിച്ച് പൊളിച്ചു. അവിടെ മാത്രം നിൽക്കുന്നില്ലല്ലോ, ഞാൻ മറ്റു കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ. 2 ദിവസം മുമ്പാണ്, മെനഞ്ഞാന്നാണ്, മാടായി ഈ ജില്ലയിൽ, കണ്ണൂർ ജില്ലയിൽ KSUവിൻ്റെ ഒരു ഫൈൻ ആർട്ട് സെക്രട്ടറി ആയിട്ടുള്ള അവിടെ മത്സരിച്ച് ജയിച്ച ഒരാൾ കഞ്ചാവുമായി പിടിയിലായി. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈ വിദ്യാർത്ഥികളെ ഇന്ന് KSU സംഘടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയം പറഞ്ഞല്ല, ഇത്തരത്തിൽ മദ്യം മയക്കുമരുന്ന് ക്യാമ്പസിൽ ഒഴുക്കിയാണ്. ഇതിനെതിരെയായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ടിരിക്കുക SFI പല ക്യാമ്പസുകളിലും. എങ്ങനെയാണ് KSU അസ്തമിച്ചു പോയത്? ഇതേ കാരണം കൊണ്ടാണ്. ഇത് നിങ്ങൾ തിരിച്ചറിയണം. അല്ലാതെ രാഷ്ട്രീയമില്ലാത്തൊരു സംഘമായി അവരെ മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ വേണ്ടത്. നിങ്ങൾ എന്താ പറയുന്നത്? KPCC നിങ്ങൾ ബഹുമാനിക്കണം. എന്തിനു ബഹുമാനിക്കണം? KPCCയുടെ പ്രസിഡന്റ് ആരാ? ധീരജ് രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ ഏറ്റവും നല്ല രാഷ്ട്രീയ പ്രവർത്തനം വിദ്യാർത്ഥിയായി പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കൊന്നിട്ട് അതിനെ ന്യായീകരിച്ച ആളുടെ പേരല്ലേ KPCC പ്രസിഡന്റ്? അയാളുടെ സംഘത്തെ ഞങ്ങൾ അംഗീകരിക്കണോ? എന്തിനു ബഹുമാനിക്കണം? എന്തു ബഹുമാനമാണ് അവർക്ക് കൊടുക്കേണ്ടത്? കൊലപാതകത്തെ ന്യായീകരിച്ച ആ കൊലപാതകത്തിൽ കേസിൽപ്പെട്ടവരെ സ്ഥാനമാനങ്ങൾ നൽകി ആദരിച്ചവരല്ലേ KPCC? KPCCയുടെ കഴിഞ്ഞകാല ചരിത്രം ഇല്ലാതാക്കുന്ന, റദ്ദ് ചെയ്യുന്ന തരത്തിലല്ലേ ഇന്നത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു മിലിറ്ററി കൂപ്പിന്റെ രീതിയിലാണ് കേരളത്തിലെ KPCC പ്രവർത്തിച്ചത്. പണ്ട് കണ്ണൂരിൽ DCC പിടിച്ചെടുക്കാൻ സുധാകരൻ ഗുണ്ടകളുമായി വന്നിട്ടുണ്ട്. അതുപോലെ ഗുണ്ടകളുമായി KPCCയുടെ ആസ്ഥാനത്തിലേക്ക് എത്തും എന്ന പേടി കൊണ്ട് അവസാനം ഇറങ്ങിപ്പോണ്ടി വന്നില്ലേ MMSന്? അപ്പോൾ നിങ്ങൾ വെറുതെ നിങ്ങൾ സ്വയം പല്ലിൽ കുത്തി നാറ്റിക്കല്ല, നിങ്ങൾ ഈ വിഷയം പഠിക്കണം. ഈ KPCCയുടെ അരുമപുത്രരായിട്ടുള്ള KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്താ പറഞ്ഞത്? കൈരളിയുടെ സൃഷ്ടിയാണ്, ഇടതുപക്ഷ ചാനലുകളുടെ സൃഷ്ടിയാണ്. ആണോ? അടിയുണ്ടായിന്ന് അങ്ങ് സമ്മതിക്കുന്നുണ്ടല്ലോ, അതുപോലും ഈ പറഞ്ഞ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സമ്മതിക്കുന്നില്ല. അതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താ പറയാനുള്ളത്? KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സമ്മതിക്കില്ല എന്നേ. അങ്ങനെ ഒരു അടിയേ നടന്നിട്ടില്ല, അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. ഏറ്റവും മനോഹരമായ ക്യാമ്പ് എന്നാ. എന്ത് ക്യാമ്പ്? അപ്പോൾ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന് മാതൃകയായി നിൽക്കേണ്ട വിദ്യാർത്ഥി നേതാക്കൾ ഇത്തരം അരാജക പ്രവർത്തനങ്ങൾക്കാണ് KSU എന്ന സംഘടനയിലൂടെ നേതൃത്വം കൊടുക്കുന്നത്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമൊന്നുമല്ല. മട്ടന്നൂരിൽ PRNSS കോളേജിൽ പുതിയ വീട്ടിൽ ബഷീർ എന്ന മാഗസിൻ എഡിറ്ററെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ചരിത്രമുണ്ട്. മാഗസിൻ ഫണ്ട് ചോദിച്ചു കൊടുക്കാത്തതിന്. ഇമാതിരി കള്ളത്തരങ്ങളും ഇമാതിരി തെറ്റായ പ്രചരണങ്ങൾക്കും കള്ളത്തരങ്ങളും ക്യാമ്പസിലെ അരാജക പ്രവണതകൾക്കും നേതൃത്വം കൊടുത്താണ് KSU ഇങ്ങനെയായത്. അപ്പോൾ അതിന് അങ്ങേപ്പോലുള്ളവർ അതിനെ എങ്ങനെയെങ്കിലും പുനരുജ്ജീവിപ്പിച്ച് ക്യാമ്പസിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച് SFI വിരുദ്ധതയൊക്കെ ബാധിച്ച് എങ്ങനെയെങ്കിലും SFIയെ തകർക്കണം, എങ്ങനെയെങ്കിലും ക്യാമ്പസിൽ നിന്ന് പുറത്താക്കണം എന്നൊക്കെ അങ്ങയുടെ മോഹമൊക്കെ കൊള്ളാം. പക്ഷെ അതൊന്നും നടക്കൂല. കാരണം എന്താണ്? ഈ നിലപാടുകൾക്കെല്ലാം അപ്പുറത്തായി വിദ്യാർത്ഥി ഹൃദയങ്ങളിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ ശരിയായ രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് SFI. അപ്പോൾ ഈ തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ KSUവിൻ്റെ നേതൃത്വം പോലും തള്ളിക്കളഞ്ഞ ആ വിഷയത്തിൽ KPCC എന്തിനാ പിന്നെ ഈ അന്വേഷണ കമ്മീഷൻ വെച്ചത്? യഥാർത്ഥത്തിൽ അലോഷ്യസ് സേവർ ചോദ്യം ചെയ്തത് സുധാകരന്റെ തീരുമാനത്തെ അല്ലേ?
മാതൃസംഘടനയുടെ നേതാവിനെ അങ്ങ് ചോദ്യം ചെയ്ത് ഇല്ലാതാക്കി കളഞ്ഞില്ല. അതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താ പറയാനുള്ളത്? അങ്ങയുടെ മറുപടിക്ക് ഞാൻ കാത്തുകയാണ്. അപ്പൊ അങ്ങ് കൊണ്ടുപോയി കെട്ടുന്നത് വേറെ പല കാര്യങ്ങളുമാണ്. ചെറിയൊരു മറുപടി, അതിനുശേഷം ഞാൻ ശ്രീ എം ജയചന്ദ്രനിലേക്ക് പോകാം. ഈ അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചതിന് ശേഷമാണ്, അതായത് KPCC താങ്കൾ പറയുന്ന തരത്തിൽ ഈ വിഷയത്തെ ഗൗരവത്തോട് കണ്ടതിന് ശേഷം കൂടിയാണ് അലോഷ്യസ് സേവ്യർ ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അലോഷ്യസ് സേവ്യർ താങ്കൾ പറഞ്ഞ KPCCയുടെ കൂടി വിശ്വാസ്യതയല്ലേ ചോദ്യം ചെയ്യുന്നത്? ഞാൻ ഈ വിഷയത്തെ അധികരിച്ച് സംസാരിക്കുമ്പോൾ ഒരു കോൺഗ്രസ് പക്ഷപാതിയായ മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ അത് ഏത് സംഘടനയാണെങ്കിലും അവരവരുടെ തെറ്റുകളെ ചിലപ്പോൾ ന്യായീകരിച്ചെന്നിരിക്കും. അത് SFIയുടെ നേതാക്കളും ആ ഒരു നമ്മുടെ വിദ്യാഭ്യാസ പ്രശ്നത്തിലും സർട്ടിഫിക്കറ്റിലൊക്കെ ന്യായീകരിച്ച് നമുക്കറിയാമല്ലോ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതുപോലെ KSU പ്രസിഡൻറ്റിൻ്റെ ക്യാമ്പിൽ ഒരു തല്ലുണ്ടെന്ന് പറയുമ്പോൾ ഇല്ല എന്ന് KSU പ്രസിഡന്റ് പറഞ്ഞാൽ അത് KSU പ്രസിഡന്റ് അഭിപ്രായമാണ്, KPCCയുടെ അഭിപ്രായമല്ലല്ലോ. KPCC അന്വേഷിക്കും, KSU പ്രസിഡന്റിൻ്റെ അഭിപ്രായം ശരിയാണോ എന്നുകൂടി അന്വേഷിക്കും. അങ്ങനെ ഞാൻ പറയട്ടെ അതായത് ഞാൻ പറഞ്ഞത് പൊതുവായൊരു വിഷയമാണ്. പത്രസമ്മേളനമൊക്കെ നമ്മൾ കണ്ടതല്ലേ, അല്ല ഞാൻ പറഞ്ഞത് നമ്മളിതൊക്കെ നമുക്കിതൊന്നും അതെ ഒരു വിഷയത്തിൽ മാർക്ക് ലിസ്റ്റ് വിഷയത്തിൽ ഇതൊക്കെ പരീക്ഷ പാസ്സായി എന്ന് പറഞ്ഞു. സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് വന്ന തെറ്റാണെന്ന് പിന്നീട് തെളിഞ്ഞു. അങ്ങ് വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോരുത്. വസ്തുതാവിരുദ്ധമായ കാര്യമുണ്ട്, അതുകൊണ്ട് തിരുത്തുന്നതാണ്. വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു, അത് തിരുത്തി, അത്രേ ഉള്ളൂ. എന്നോട് ചോദ്യം ചോദിച്ചിട്ട് ഞാൻ ഉത്തരം പറയട്ടെ. സഞ്ജീവൻ, ഞാൻ വരാം. ശ്രീ ശ്രീകുമാർ അത് പറഞ്ഞോളൂ. ഇപ്പോൾ താങ്കൾ അതിൽ KPCCയുടെ ഭാഗം മാത്രമാണ് പറയുന്നത്. ഒരുപക്ഷെ അത് അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചത് കൊണ്ടാകാം. പക്ഷേ ഈ സംഭവം നടക്കുന്നത് KSUവിനുള്ളിലാണ്, ഇവരൊക്കെയും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് അലോഷ്യസ് സേവ്യർ പറയുമ്പോൾ അപ്പോൾ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ KPCCക്ക് വിശ്വാസമില്ലേ? അങ്ങനെയും കരുതാമല്ലോ. അല്ല, അലോഷ്യസ് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുമ്പോൾ KPCC അന്വേഷണ കമ്മീഷനെ വെച്ചത് എന്തുകൊണ്ടാണ്? അതുപോലെ ഏതെങ്കിലും പരാതി KPCC കിട്ടിക്കാണും. അലോഷ്യസ് സേവ്യറിൻ്റെ പ്രസംഗത്തെക്കുറിച്ചല്ലല്ലോ അന്വേഷിക്കുന്നത് നിങ്ങളൊക്കെ കാണിച്ച, അതായത് കൈരളി ചാനൽ അടക്കം കാണിച്ചതിനെ KPCC ബഹുമാനിക്കും. കാരണം മാധ്യമങ്ങൾക്കെതിരല്ലല്ലോ KPCCയുടെ പ്രസിഡന്റൊന്നും ആരോടും നിങ്ങൾ പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. KPCC എല്ലാ മാധ്യമങ്ങളെയും ഒരേപോലെ കാണും, കൈരളിയെയും ഒരേപോലെ കാണും. അതുകൊണ്ട് നിങ്ങൾ കൊടുത്തു എന്നുള്ളതാണ് നുണയാണെന്ന് പറയുന്നില്ല. പക്ഷേ അത് സംഭവിച്ചതിൽ എന്താണ് സംഭവിച്ചത്? KSU പ്രസിഡന്റ് പറഞ്ഞു ഇതൊരു പഴയ കാലത്തെ സീനുകളാണ് കാണിക്കുന്നത്. അങ്ങനെയാണോ? എങ്കിൽ അതൊക്കെ നമ്മൾ അന്വേഷിക്കണ്ടേ. അപ്പോൾ അന്വേഷിക്കേണ്ടി വരുമ്പോൾ ആ അന്വേഷണത്തിന് വേണ്ടിയുള്ള സഹായകരമായ നിലപാടാണ് ആശുപത്രിയിലുണ്ട്. അവരെ അഡ്മിറ്റ് ചെയ്തത് എന്നാണ്? അല്ല, ഇതിൽ പരിക്കുണ്ടോ പരിക്കില്ല ഉള്ളോന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ നടന്ന സംഭവങ്ങൾ നിങ്ങൾ ഈ കാണിച്ചതൊക്കെ എനിക്കറിയുള്ളൂ. അതിന് KPCCയുടെ തീരുമാനം അറിയാം. മറ്റു ആർക്കൊക്കെ പരിക്ക് പറ്റിയെന്നോ എങ്ങനെയാണ് തല്ലിയതെന്നോ നിങ്ങൾ ഈ പറയുന്ന പോലെ മദ്യം കൊണ്ടുവന്നിട്ടുണ്ടോന്ന് നമുക്ക് ആർക്കും അറിയാൻ വയ്യ. അതൊക്കെ ഒരു കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയ കക്ഷിയുടെ ചാനൽ എന്ന് നിങ്ങൾക്കത് കാണിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലഹരിയും മദ്യം എന്നൊക്കെ KSUവിൻ്റെ പേരിൽ ആരോപിക്കുമ്പോൾ നമ്മൾ പലതും കാണാതെ പോകരുത്. മദ്യത്തിനെതിരെ പ്രസംഗിച്ചിട്ട് ബാറിൽ പോയി മദ്യപിച്ച DYFI നേതാവിനെതിരെ നടപടിയെടുത്ത പാർട്ടിയാണ് CPM എന്ന് ആലോചിക്കണം. അപ്പോൾ അക്കാലത്തൊക്കെ CPM അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടാണല്ലോ നടപടിയെടുത്തത്. അതുപോലെയാണ് KPCCയും ഒരു പ്രശ്നം വരുമ്പം അത് അന്വേഷിച്ചിട്ട് ശരിയാണെങ്കിൽ ആ ശരിയായ രീതിയിലേക്ക് പോകും, തെറ്റാണെങ്കിൽ അത് തിരുത്താൻ പറയും. അതൊക്കെയാണ് ഒരു പാർട്ടിയുടെ സംഘടനാ രീതി. അതിലൊന്നും യാതൊരു മാറ്റവുമില്ല. അത് KSU പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഭാഗം പറഞ്ഞു, അത് ശരിയാണോ എന്ന് KPCC അന്വേഷിക്കും. ശരിയാണെങ്കിൽ അത് അംഗീകരിക്കും, തെറ്റാണെങ്കിൽ അതിന് നടപടിയെടുക്കും. ശരി, താങ്കളുടെ ആ കണ്ണിങ്നെസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നുണ്ട് ശ്രീ എൻ ശ്രീകുമാർ. താങ്കൾ അത്ര തന്ത്രപരമായാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്, അത് പറയാതെ വയ്യ. ഞാൻ മടങ്ങി വരാം. ശ്രീ എം ജയചന്ദ്രൻ, വാസ്തവത്തിൽ ഇത് കോൺഗ്രസിന്റെ ഒരു രീതിയും ശൈലിയും ഒക്കെ തന്നെയല്ലേ ഈ തമ്മിൽ തല്ലും ആഭ്യന്തരമായ കലാപങ്ങളും കലഹങ്ങളും ഒക്കെ? പണ്ട് രാജ്മോഹൻ ഉണ്ണിത്താനുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ നമുക്ക് ഓർമ്മയില്ലേ? മുരളീധരനുമായി തർക്കമുണ്ടായിരുന്ന സമയത്ത് രാജ്മോഹൻ ഉണ്ണിത്താനെ തെരുവിലിട്ട് തല്ലിയത് ഇതേ കോൺഗ്രസ്സുകാരാണ്. പിന്നീട് ഒരു കോൺഗ്രസിന്റെ തന്നെ ഒരു ഗുണ്ട കോടതി പരിസരത്ത് വെച്ചാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ തല്ലുന്നതും പിന്നീട് അദ്ദേഹത്തിന് പാർട്ടി പദവി നൽകിയതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പരസ്യമായി പ്രതിഷേധിക്കേണ്ടി വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പാരമ്പര്യമല്ലേ വാസ്തവത്തിൽ കോൺഗ്രസിന്റെ? പാരമ്പര്യം പിന്നെ എന്ന് നമുക്ക് അങ്ങനെ ഞാൻ പറയുന്നില്ലെങ്കിലും മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഇതിൽ. അതിലേറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത്
ഇത് പിന്നെ ഇപ്പോൾ ശ്രീകുമാർ ചൂണ്ടിക്കാണിച്ച DYFI ആൾക്കാരുടെ മറ്റു ചില ആൾക്കാർ ഒറ്റപ്പെട്ട വ്യക്തികളുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഇവിടെ പ്രശ്നം ഒറ്റപ്പെട്ട ഒരു വ്യക്തിയുടെയോ രണ്ട് വ്യക്തിയുടെയോ പ്രശ്നവുമായി ബന്ധപ്പെട്ടല്ലല്ലോ ഇന്നലത്തെ സംഭവവികാസം ഉണ്ടാവുന്നത്. അത് പിന്നെ ഒരു കൂട്ടം പിന്നെ യുവ നേതാക്കൾ, വിദ്യാർത്ഥി നേതാക്കൾ, KSUക്കാർ ആണ് ഇങ്ങനെ തമ്മിലടിച്ച് രക്തം ചിന്തുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഏതെങ്കിലും പിന്നെ ആശയസമരത്തിൻ്റെ ഭാഗമാണോ? പ്രായോഗികമായ എന്തെങ്കിലും പ്രശ്നങ്ങളുടെ പേരിലാണോ? ഇതാണല്ലോ പ്രാഥമികമായി നമ്മൾ ഇങ്ങനൊരു വിഷയം കേൾക്കുമ്പോൾ അന്വേഷിക്കുന്നത്. അങ്ങനെയാണല്ലോ. അത് രണ്ടുമല്ലാതെ പിന്നെന്താണ്? പിന്നെ കാണുമ്പോഴാണ്, പിന്നെ നമ്മൾ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ KSU പ്രസിഡൻ്റ് അടക്കം ഇങ്ങോട്ട് തട്ടിക്കയറുകയാണ്, ഇതെന്ന് നടന്ന സംഭവമാണ് എന്നൊക്കെയുള്ള ചോദിച്ച്. അപ്പോൾ പ്രശ്നം രാഷ്ട്രീയമായ, വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണല്ലോ KSU പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് മാതൃസംഘടനയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ജീർണതയുടെയാണ് ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പിന്നെ KPCCയും KSUവുമായി ബന്ധപ്പെട്ട് പിന്നെ നിലനിൽക്കുന്ന എന്നല്ല, നിലകൊള്ളുന്ന എന്ന് തന്നെ പറയണം, നിലകൊള്ളുന്ന രാഷ്ട്രീയ ജീർണതകളുടെ പ്രശ്നമായിട്ടാണ് ഇത്തരം സംഭവവികാസങ്ങൾ KSUവിൻ്റെ ഒരു ലീഡേഴ്സ് ക്യാമ്പിൽ, അതും പ്രത്യേകിച്ച് ദക്ഷിണ മേഖല ക്യാമ്പിൽ ഉണ്ടാവുന്നതിനിടയാക്കുന്നത്. അതല്ലാതെ പിന്നെ കേവലമായ എന്തെങ്കിലും ഈ കൊതിക്കറിവ് അല്ലെങ്കിൽ താൽക്കാലികമായ നീരസം അതൊന്നുമല്ല. അതിനേക്കാളും വലിയ കാര്യങ്ങളായിട്ട് അവരുടെ മുമ്പിൽ നിൽക്കുന്നത് മദ്യത്തിൻ്റെ ഉപഭോഗം എന്നുള്ള നിലയ്ക്കാണ്. അത് കിട്ടാത്തതിനെ ചൊല്ലിയാണ്. അതിന് പിന്നിൽ നേതാക്കളുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പ് ഇടപാടുകളുണ്ടെന്നുള്ളത് വേറെ ഒരു രഹസ്യമായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അതാണ് എനിക്ക് കൗതുകമായി തോന്നിയത്. അതിനിടയ്ക്ക് പ്രിയ സുഹൃത്ത് ശ്രീകുമാർ തിരികെ കയറ്റുന്ന ആ സംഗതികളുണ്ടല്ലോ, അത് പിന്നെ അശ്രിത പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണിങ്നെസ് അത് സവിശേഷമായി ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റിയില്ല. അദ്ദേഹം പിന്നെ പറയല്ലേ, ഒരു വ്യഗ്രത എന്നുള്ള നിലയിലാണ് അദ്ദേഹം അതിനെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ പറയും അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു കണക്കൂടെ, ചെറിയൊരു കണക്കൂടെ ഇവിടെ പറയേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട്. അത് പിന്നെ ഈ UDF ഗവൺമെൻറ് കാലത്ത് 2011-16 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന മദ്യലഭ്യത, ഇപ്പോഴത്തെ 2023-24 മദ്യലഭ്യത, അതിൻ്റെ കണക്കുകൾ ലഭ്യമാണ്. താങ്കൾ ഇന്ന് മലയാള മനോരമ പത്രത്തിലും വായിച്ചിട്ടുണ്ടാവും. അതിലും ആ കണക്ക് പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്നത് പിന്നെ 2014 സംസ്ഥാന വരുമാനത്തിൻ്റെ 18.21% മദ്യത്തിൽ നിന്ന് ലഭിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് നിലവിൽ 13.4%. ആണ് വ്യക്തമാക്കുന്നത് എന്താണെന്നുള്ളത് അതിൽ നിന്ന് തന്നെ ഈ ഒരു വിശദീകരണം ആവശ്യമില്ലാത്ത വിധം വ്യക്തമാണല്ലോ കാര്യങ്ങൾ. അതിൽ തന്നെ ഒന്ന്. രണ്ടാമത്, വിദേശ മദ്യത്തിൻ്റെ വിൽപ്പന 2014 നിന്ന് 244.3 ലക്ഷം കേസായിരുന്നു അന്ന്. ഇപ്പോൾ 23-24 അത് 224.34 ലക്ഷമായി കുറയുകയാണ് ചെയ്തത്. ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം താങ്കളിത് ചൂണ്ടിക്കാണിച്ചതുകൊണ്ടാണ് ശ്രീകുമാർ, ഈ മദ്യത്തിൻ്റെ ലഭ്യതയെ സംബന്ധിച്ച് പറയുന്നതുകൊണ്ടാണ്. ഞാൻ ഈ മറ്റ് കേസിനെ സംബന്ധിച്ച് രണ്ടാം ബാർക്കോഴ എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ആ വിഷയത്തെപ്പറ്റി നമ്മുടെ ചർച്ചാ വിഷയമല്ലല്ലോ ഇതിന്ന്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പ്രശ്നമുണ്ട്, രാഷ്ട്രീയമായ ജീർണതയുടെ പ്രശ്നം. ആ നിലപാടില്ലായ്മ അങ്ങനെയാണ് ഉണ്ടാവുന്നത്. നിലപാടുണ്ടെന്നുണ്ടെങ്കിൽ ആ നിലപാടിന് വേണ്ടിയിട്ടാണ് പിന്നെ ലീഡേഴ്സ് മീറ്റിൽ, വിദ്യാർത്ഥികളുടെ ലീഡേഴ്സ് മീറ്റിൽ, ആ ക്യാമ്പിൽ വിദ്യാർത്ഥികൾ നിലകൊള്ളേണ്ടത്. അതിന് പറ്റുന്നില്ല എന്നുള്ള തരത്തിൽ ഈ ശ്രദ്ധിച്ചു നോക്കൂ, KSU പ്രസിഡൻറ്റിൻ്റെ പിന്നെ മാധ്യമങ്ങളെ കാണുന്ന ആ ബൈറ്റ് താങ്കൾ ശ്രദ്ധിച്ചു നോക്കൂ. ആ ലീഡേഴ്സ് മീറ്റിനെ കുറിച്ച് അതിൻ്റെ ഈ എന്തുകൊണ്ടാണ് റിസർജൻസ് എന്ന ഒരു സംഗതി നടത്തുന്നത്, ഇതിനെക്കുറിച്ച് അലോഷ്യസിന് വല്ലതും പറയാനുണ്ടോ? വാസ്തവത്തിൽ അവിടെ ഞങ്ങൾ ഇന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്, അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സംവിധാനമുണ്ട് എന്ന് അവർക്ക് പറയാം. KPCCക്ക്
പിന്നെ മാതൃസംഘടനയെ KPCCക്ക് അന്വേഷണ കമ്മീഷൻ നിശ്ചയിക്കാനുള്ള അവകാശമുണ്ട്, അധികാരവുമുണ്ട്. അതവർ വേറെ പറയട്ടെ. പക്ഷേ അലോഷ്യസ് എന്താണ് പറയുന്നത്? അലോഷ്യസ് അത് പരിശോധിക്കാൻ തയ്യാറാണെന്ന് പോലും പറയുന്നില്ലല്ലോ. അങ്ങനെ പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞ ജീർണതയുടെ പ്രശ്നം. അവിടെ ആ തല്ലുകൂടിയവരിൽ മാത്രമല്ല, തല്ലുകൂടാത്തവരിലും നേതൃനിരയിലും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചത്. ഈ പ്രസ്ഥാനത്തിന് നിലനിൽപ്പിൻ്റെ സാങ്കത്യമാണ് ഈ KSU എന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ തന്നെ ഈ പ്രശ്നത്തിലൂടെ ചോദ്യം ചെയ്യാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ഇടയാക്കിയിട്ടുള്ളത്. അതിന് ബാക്കിയുള്ളവരെ പഴി പറഞ്ഞിട്ടോ ഗവൺമെൻറ് മദ്യ ഉപഭോഗം കൂട്ടിയെന്ന് പറഞ്ഞിട്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ? അതല്ലല്ലോ അതിൻ്റെ വസ്തുത, അതല്ലല്ലോ. ഇത് ആഭ്യന്തരമായി സംഘടനാപരമായി അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പുളിച്ചിതക്കെട്ടലായിട്ട് പോലും വ്യാഖ്യാനിക്കാൻ കഴിയില്ല. കാരണം ഈ തല ഇപ്പോൾ സഞ്ജീവ് പറഞ്ഞതുപോലെ തല വെട്ടിപ്പൊളിച്ചിട്ട് രക്തം വീണ ഒരു പ്രശ്നമായിട്ടാണ് നമ്മുടെ മുമ്പിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇത് ഞാൻ വരാം. ശ്രീ M. ജയചന്ദ്രൻ, ചെറിയ സാങ്കേതിക തകരാറുകളുണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്ക് അങ്ങ് പറയുന്നത് മുറിഞ്ഞു പോകുന്നുമുണ്ട്. ഞാൻ മടങ്ങി വരാം. ശ്രീ N. ശ്രീകുമാർ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ അന്വേഷണ കമ്മീഷൻ നല്ല കാര്യമാണ്. ആരൊക്കെയാണ്? MM നസീർ, പഴകുളം മധു, AK ശശി, 3 പേരടങ്ങുന്ന അന്വേഷണ കമ്മീഷൻ. ഇതിലെ MM നസീർ ആരാണ്? പണ്ട് AR നിഷാദ് എന്ന KSU പ്രവർത്തകന്റെ പുറത്തെ SFI എന്ന് ചാപ്പ കുത്തി ആ വിഷയം SFIക്കെതിരെ തിരിച്ചുവിടുകയും പിന്നീട് തമ്മിൽ തല്ലുകയും ചെയ്തപ്പോൾ അവനെ അന്ന് SFI തല്ലി എന്ന പേരിൽ വളർത്തിയത് ഞാനാണ് എന്ന് പൊതുമധ്യത്തിൽ പറഞ്ഞ ആളല്ലേ MM നസീർ? എങ്ങനെ വിശ്വസിക്കും ഇവരുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിനെ? കോൺഗ്രസിൻ്റെ നേതാക്കൾ എതിർ പാർട്ടി നേതാക്കളെക്കുറിച്ച് പറഞ്ഞതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കക്ഷിയുടെ നേതാക്കൾ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞതോ ഒക്കെ അതാത് കാലത്തുള്ള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ KPCC ഭാരവാഹിയാണ് നസീറും മധുവും. അതുപോലെ അല്ല, ഞാൻ ചോദിച്ചത് വേറെ ഏതെങ്കിലും പാർട്ടിക്കാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതല്ല. അന്നീ പറയുന്ന AR നിഷാദും MM നസീറും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. ആ കാലത്താണ് AR നിഷാദിന്റെ പുറത്ത് SFI എന്ന് ചാപ്പ കുത്തുന്നത്. അന്നത് SFIക്കെതിരെ വലിയ വിവാദമാക്കി 2000-ന്റെ തുടക്കത്തിൽ തിരിച്ചുവിട്ടത് താങ്കൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. താങ്കളുടെയൊക്കെ മാധ്യമ പ്രവർത്തന കാലമല്ലേ അത്? അതിന് എത്രയോ ശേഷം AR നിഷാദും MM നസീറും തമ്മിൽ പിണങ്ങുമ്പോഴാണ് അന്ന് SFI ആക്രമിച്ചവൻ എന്ന പേരിൽ അവനെ വളർത്തിയത് ഞാനാണ് എന്ന് ഇതേ MM നസീർ പറഞ്ഞത്. ആ MM നസീറാണ് ഇന്ന് കേസിന്റെ തമ്മിൽ തല്ല അന്വേഷിക്കുന്നത്. അതിലെ ഒരു വൈരുദ്ധ്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. MM നസീർ മാത്രമല്ല, 3 പേരുണ്ട്. 3 പേര് അന്വേഷിക്കുന്നത് കേട്ടിട്ടുണ്ടോ? പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കാര്യം അന്വേഷിക്കുമ്പോൾ ഇന്ന ആൾക്കാരാണ് അന്വേഷിക്കുന്നത് എന്ന് പുറത്ത് പറഞ്ഞതാണ് KPCC. നേരെ മറിച്ച് മറ്റു പാർട്ടികളിൽ അങ്ങനെയാണോ സ്ഥിതി? അന്വേഷണ കമ്മീഷനെ വെക്കുന്നു, റിപ്പോർട്ട് പുറത്തു വരുമ്പോഴാണ് ചിലപ്പോൾ ആരാണ് അന്വേഷിച്ചതെന്ന് മനസ്സിലാകുന്നത്. ഇതല്ല, ആ 3 പേരെ അന്വേഷിക്കുന്നു. ആ 3 പേരെക്കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ KSU പ്രവർത്തകർക്ക് KPCCക്ക് പരാതി കൊടുക്കാം, ഒരു കുഴപ്പമില്ല. KPCC അടിയന്തരമായിട്ട് 3 പേരെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് സംബന്ധിച്ച് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇതില് കോൺഗ്രസിന്റെ അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവർക്ക് ഇതിൽ പരാതി ഉണ്ടാകുക? അല്ല, KSUവിന് പരാതി ഉണ്ടോ എന്നുള്ളതല്ല, ഇത് മാധ്യമങ്ങൾ വാർത്ത വന്നില്ല. ഞാൻ പറഞ്ഞില്ലേ കൈരളി ചാനൽ പുറത്തു കൊണ്ടുവന്ന വാർത്തയാണെങ്കിലും അത് അന്വേഷിക്കും KPCC. കാരണം പാർട്ടിയെക്കുറിച്ചല്ലേ നിങ്ങൾ പറയുന്നത്, ക്ഷമിക്കണം, KSUവിനെ കുറിച്ചല്ലേ നിങ്ങൾ പറയുന്നത്. അപ്പോൾ KSU ക്യാമ്പിലുണ്ടായ സംഭവവികാസങ്ങളെക്കുറിച്ച് ഏത് മാധ്യമം പുറത്തു കൊണ്ടുവന്നാലും അത് അന്വേഷിക്കും. അതാണ് ഒരു പാർട്ടിയുടെ ചുമതല, അല്ലാണ്ട് ന്യായീകരിക്കുകയല്ല. അങ്ങനെ ന്യായീകരിക്കാനുള്ള ഒരു ഗുളികയും ഒരാൾക്കും KPCC കൊടുത്തിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണ കമ്മീഷൻ സ്വാഭാവികമായും അലോഷ്യസ് സേവ്യറിനോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുമല്ലോ. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അലോഷ്യസ് സേവ്യർ ഇതിൽ എന്ത് മറുപടി ആയിരിക്കും പറയുന്നത്? അലോഷ്യസ് സേവ്യർ ഇത് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് കള്ളം പറഞ്ഞ KSU സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയേണ്ടി വരില്ലേ? യൂത്ത് കോൺഗ്രസിന് ഇപ്പോൾ തന്നെ ഒരു വ്യാജ പ്രസിഡന്റ് ഉണ്ട്, അപ്പോൾ മറ്റൊരു വ്യാജൻ കൂടിയാവില്ലേ? നിങ്ങൾ കാണിച്ച ആ ഒരു സീനുണ്ടല്ലോ, അതായത് കുറച്ച് മറ്റേ ആഹ്ലാദിച്ച് തുള്ളുന്നതും അതുപോലെ ഉന്തുന്നുള്ളൊക്കെ നിങ്ങൾ കാണിച്ചല്ലോ, അത് ഏത് കാലത്തെയാണെന്നാണ് നമ്മുടെ KSU പ്രസിഡന്റ് ചോദിച്ചത്. അതാണ് ചോദിച്ചത്. അവിടെ അവർ തന്നെ പറഞ്ഞല്ലോ വാട്സപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട തർക്കം ഇത് സുതാര്യമാണ്. ഞാൻ അങ്ങയോട് നേരിട്ടൊരു ചോദ്യം അല്ല ഞാൻ പറയുന്നത് ചോദ്യം അല്ല, ഒരു മിനിറ്റ് പറഞ്ഞോളൂ സഞ്ജീവ, പറഞ്ഞോളൂ. അല്ല, ഒറ്റ ചോദ്യം. ഈ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ്. നിങ്ങൾ വേറൊന്നും എടുക്കണ്ട. വി ഡി സതീശൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയാണ്:
ഈ തല്ലുണ്ടായതുമായി ബന്ധപ്പെട്ട് ധാരണയുണ്ട്, മദ്യപിച്ചോ എന്നറിയില്ല, NSUI പരിശോധിക്കും. അങ്ങ് തള്ളുന്നുണ്ടോ ഇല്ലയോ? അങ്ങ് തള്ളിക്കളയുന്നുണ്ടോ? ഇത് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു. പറഞ്ഞത് അല്ല, ഇപ്പോൾ താങ്കൾ പറയുന്നുണ്ടോ ദൃശ്യങ്ങൾ എന്നത്തേതാണെന്ന് പരിശോധിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവിന് സംശയമില്ല എന്നതാണ് സഞ്ജീവ് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അങ്ങനെ ഒരു തല്ലുണ്ടായിട്ടുണ്ട്, മദ്യപിച്ചോ എന്നറിയില്ല. ഞാൻ പറഞ്ഞത് KSU അത് കേട്ടതിന്റെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് മനസ്സിലായി. പഴയ വീഡിയോ ആണ്, പുതിയ വീഡിയോ ആണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ? അങ്ങേക്ക് ധാരണയുണ്ടോ? അല്ലല്ല, നിങ്ങൾ കേട്ടതിന്റെ കുഴപ്പം. അതായത് KSU ആടിനെ പ്രസിഡന്റിനോട് അടിച്ച് തല പൊളിച്ചിട്ടുണ്ട്. സജീവൻ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. ഞാൻ പറയുന്നത് കേൾക്കൂ. എന്നോട് അക്ഷിത ചോദിച്ചത് അതിന് ഉത്തരം ഞാൻ പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവം പോലെയാണ്. ഞങ്ങളൊക്കെ ഇവിടെ വന്നിരുന്ന് ചർച്ച ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവം പോലെയാണ് നിങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എന്ത് ശരിയാണുള്ളത്? പിന്നെ അല്ലോ, നിങ്ങൾ കേട്ടതിന്റെ കുഴപ്പമാണ് സജീവ്. ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങളെ ഒരു മിനിറ്റ് സഞ്ജീവ്, ഒരു മിനിറ്റ് അദ്ദേഹം ഒന്ന് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഒരു മിനിറ്റ് സഞ്ജീവ്, പറഞ്ഞോളൂ ശ്രീകുമാർ. ഞാൻ പറയട്ടെ, നിങ്ങൾ പറയാൻ സമ്മതിക്കുവോ? അതായത് ഞാൻ പറയട്ടെ. അതായത് അക്ഷിത എന്നോട് ചോദിച്ചതിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. KSU പ്രസിഡന്റിനോട് പത്രലേഖകർ ചോദിച്ചപ്പോൾ അദ്ദേഹമാണ് ഈ ക്ലിപ്പിംഗ് ഇന്നത്തെയാണോ എന്ന് നിങ്ങളോട് ചോദിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ഞാനിവിടെ ആവർത്തിച്ചത്, അല്ലാണ്ട് എൻ്റെ അഭിപ്രായം അല്ല. KPCC പ്രസിഡന്റും കോൺഗ്രസ് നേതാക്കളും പരസ്യമായിട്ട് തന്നെ അവിടെ പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കേട്ടതിൻ്റെ കുഴപ്പവും. KSU പ്രസിഡന്റ് പറഞ്ഞ കാര്യം ഈ ക്ലിപ്പ് എന്നത്തെയാണ് എന്ന് ചോദിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതായിട്ടല്ല ഒന്നത്. രണ്ടാമത്തെ കാര്യം, പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റിനും അവിടെ അടി നടന്നുവെന്നും രണ്ടുപേരുടെ തല തല്ലി പൊളിച്ചു എന്നതിലും ധാരണയുണ്ട്. ആ ക്യാമ്പിലുണ്ടായിരുന്ന അലോഷ്യസ് ഇവർ ഇത് കണ്ടിട്ടേ ഇല്ല. എങ്ങനെ ശരിയാകും? ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ എന്താ പറഞ്ഞത്? വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ പെട്ടെന്നുണ്ടാകുന്ന സംഭവങ്ങളിൽ അവരവരുടെ ഭാഗങ്ങൾ ന്യായീകരിക്കും. ആ ന്യായീകരിച്ച ചരിത്രവും ഞാനൊക്കെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. അങ്ങനെ നിങ്ങൾ ചോദിച്ചപ്പോൾ KSU പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കാര്യവും അന്വേഷിക്കുന്നല്ലേ ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് അന്വേഷിക്കില്ലെന്നല്ലല്ലോ. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ വിചാരിച്ചതല്ല KPCCയുടെ ഭാഗത്തു നിന്നുണ്ടായത്. KPCC പെട്ടെന്ന് പ്രതികരിച്ചു, പ്രതിപക്ഷ നേതാവ് പെട്ടെന്ന് പ്രതികരിച്ചു. മറിച്ച് മറ്റേതെങ്കിലും പാർട്ടിയാണെങ്കിൽ ഞങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് പറയുക, ഉണ്ടായിട്ടില്ലെന്ന് പറയും. അതാണ് ഞാൻ പറഞ്ഞത്, ഗുളിക കൊടുത്തിട്ടില്ലെന്ന്. ഇവിടെ കൃത്യമായ KPCC ഭാരവാഹികളും പ്രതിപക്ഷ നേതാവും പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷിക്കും. ഈ പുറത്തു വന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അലോഷ്യസ് സേവ്യർ പറഞ്ഞത് കള്ളമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കറിയില്ലല്ലോ, ഞാൻ നിങ്ങൾ കാണിച്ച ദൃശ്യമല്ലേ കാണുന്നുള്ളൂ. ശ്രീ എൻ ശ്രീകുമാർ, അതൊരു ഡയറക്റ്റ് ചോദ്യമല്ലേ? ഈ പറയുന്ന താങ്കൾ പറയുന്ന KPCCയുടെ അന്വേഷണ കമ്മീഷൻ, VD സതീശൻ, K സുധാകരൻ ഇവരൊക്കെയും ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ സംഭവം നടന്നു എന്ന് പറയുന്നത്. ആ ദൃശ്യങ്ങളെ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അലോഷ്യസ് സേവ്യറിനെ താങ്കൾ അവിശ്വസിക്കുന്നുണ്ടോ? ഞാനൊരു കോൺഗ്രസ് നേതാവല്ല, ഞാൻ മാധ്യമപ്രവർത്തകനാണ് അടിസ്ഥാനപരമായിട്ട്. നടന്നതാണെന്ന് അതാ ഞാൻ പറഞ്ഞത്. അതായത് KSU ക്യാമ്പിൽ നടന്ന ദൃശ്യങ്ങൾ എന്ന് നിങ്ങൾ കുറച്ച് ദൃശ്യങ്ങൾ കാണിക്കുന്നു. ആ ദൃശ്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഉൾപ്പെടെ അന്വേഷിക്കാനാണ് 3 പേരെ വെച്ചത്. നിങ്ങൾ 2 ദിവസം പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അംഗീകരിക്കുന്നുണ്ട്. താങ്കൾ അത് ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ ആ ദൃശ്യങ്ങളുടെ തന്നെ ആധികാരികതയെ താങ്കൾ സംശയിക്കുന്നു, അലോഷ്യസ് സേവ്യറിനെ പോലെ. ശ്രീ M ജയചന്ദ്രൻ, ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കും, അടി നടന്നിട്ടുണ്ട് എന്നതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. KPCCയുടെ അന്വേഷണ കമ്മീഷനും പ്രാഥമികമായി വിഷയം മനസ്സിലാക്കിയ ശേഷം പ്രതികരിച്ചത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ N ശ്രീകുമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഈ ദൃശ്യം തന്നെ ഇപ്പോഴത്തേതാണ് എന്നതാണ് ആദ്യത്തെ പരിശോധന എന്നുള്ളതാണ്. പക്ഷേ നോക്കൂ, പാറശാല നിയോജക മണ്ഡലം പ്രസിഡന്റ് സുജിത്തും നെടുമങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഭിജിത്തും ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരത്തെ 2 സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ 2 പേരെ എങ്ങനെ തള്ളിക്കളയും ഇവർ? അല്ല, ഇതിൽ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ അലോഷ്യസിനെ തള്ളാൻ പറ്റുമോ? എന്നാൽ
ഇക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം പറയാതിരിക്കാനും പറ്റുമോ? അതുകൊണ്ട് നടന്നത് ദൗർഭാഗ്യകരമായ സംഭവമാണ്. പരുക്ക് പറ്റിയവരുടെ പരുക്ക് ഭേദമാകണം. നടന്നത് ദൗർഭാഗ്യകരമായ സംഭവമാണ്. അലോഷ്യസിനെ അപ്പോൾ തള്ളുകയും വേണ്ട, കൊള്ളുകയും വേണ്ട എന്നുള്ള നിലപാടിലേക്ക് എത്താൻ അന്വേഷണ കമ്മീഷന്. അതാണ് ഏറ്റവും ഈ സേഫായിട്ടുള്ള ഒരു റെമഡി അല്ലെങ്കിൽ ഒരു പോംവഴിയായിട്ട് വരാൻ കഴിയുന്ന അതാണല്ലോ. പക്ഷേ ആ സേഫ് സോണിൽ എത്ര കാലം നിൽക്കാനാകും? ഇപ്പോൾ നോക്കൂ, ഈ ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ എൻ ശ്രീകുമാർ ആ സേഫ് സോണിൽ നിന്നാണ് മറുപടി പറഞ്ഞത്. പക്ഷേ അവസാനത്തേക്ക് എത്തുമ്പോൾ അതിൽ നിൽക്കാൻ കഴിയുന്നില്ല. കാരണം വസ്തുതയും വാസ്തവവും മറ്റൊന്നാണല്ലോ. അപ്പോൾ ഇതും അതുപോലെ ചോദ്യം ചെയ്യപ്പെടില്ലേ? അല്ല, അത് അവിടെ അങ്ങനെ വരുമ്പോഴാണ് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് വസ്തുത. ആരാണ് ഇതിൻ്റെ അകത്ത് ഇതൊക്കെ സാധാരണഗതിയിൽ സംഭവിക്കുന്ന നിരവധി കാര്യങ്ങളൊന്നും മാത്രമായിട്ട് മാറ്റി നിർത്തുന്നതിനും മാറ്റി കളയുന്നതിനും അവർക്ക് വിഷമമൊന്നുമില്ല. അതങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ, KSUവിൻ്റെ സമീപകാല രാഷ്ട്രീയത്തിൽ, പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതും മാറ്റാൻ ഇടയുള്ളത്. അതല്ലാതെ KSUവിൽ സ്വന്തം വിദ്യാർത്ഥി സംഘടനയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത ഇത്തരത്തിലുള്ള തിന്മകൾ അത് കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല എന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണം എന്നുള്ള ശുപാർശ ഈ കമ്മീഷനിൽ ഉണ്ടാവും എന്ന് ഞാൻ ഏതായാലും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനൊരു ശുപാർശ ഉണ്ടാവുമെന്ന് ബഹുമാന്യ സുഹൃത്ത് ശ്രീകുമാർ പ്രതീക്ഷിക്കുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയൊന്നും കഴിയില്ലല്ലോ. പ്രത്യേകിച്ചും KSUവിൻ്റെ കാര്യമാകുമ്പോൾ, അന്വേഷിക്കുന്നത് കോൺഗ്രസിൻ്റെ അന്വേഷണ കമ്മീഷനാകുമ്പോൾ ആ നിലയ്ക്കൊന്നും അത് വരാനുള്ള സാധ്യതകൾ ഇതുവരെയുള്ള ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഉണ്ടാവാനിടയില്ല. ഇതുപോലെ ഉള്ളൂ. ദൗർഭാഗ്യകരമായ സംഭവം എന്ന് പറഞ്ഞ് അതിനെ ഒതുക്കി മാറ്റി തീർക്കാനുള്ള ശ്രമങ്ങളല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഈ ഇടയ്ക്ക് ചൂണ്ടിക്കാണിച്ച ജീർണതയുടെ പ്രശ്നം, രാഷ്ട്രീയമായ ജീർണത, അതിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാടില്ലായ്മ, അതിനെ തുടർന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഓരോരോ പ്രശ്നങ്ങൾ എന്നുള്ള നിലയിലേക്ക് ഇതിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ വിഷയമാണ്, ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പാർട്ടി ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ആ തരത്തിലേക്കൊന്നും അതിനെ കൊണ്ടുപോകാൻ ആരാണ് ഇവിടെ താല്പര്യപ്പെടുക? അത്തരത്തിലുള്ള താല്പര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എന്നേ നന്നായി പോയനേമായിരുന്നു ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ. അവരുടെ ഈ നിലയിലേക്ക് ഇപ്പം സഞ്ജീവ് ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ണൂരെ അടക്കം പറഞ്ഞല്ലോ. അത്തരത്തിലുള്ള എത്രയോ ഉദാഹരണങ്ങൾ കേരളത്തിലുടനീളം ഉണ്ട്. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള ഒരു പരിഹാരം, ശാശ്വതമായ അല്ലെങ്കിൽ ക്രിയാത്മകമായ ഉത്തരവാദിത്തോടെയുള്ള ഒരു ഫലപ്രദമായ പരിഹാരം എന്നതിന് പകരം ഈ പറഞ്ഞതുപോലെ ദൗർഭാഗ്യകരമായ സംഭവം എന്നുള്ള നിലയിലേക്ക് കെട്ടടങ്ങാനാണ് ഇതിൻ്റെയും വിധി എന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണ് അസിത. ശരി, ശ്രീ എൻ ശ്രീകുമാർ, ഒരു ചെറിയ വാക്കിൽ മറുപടി. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ KSUവും KPCCയും ഒക്കെ ഈ വിഷയങ്ങളെ തെളിഞ്ഞ മനസ്സോടുകൂടി കാണുന്നുണ്ടെങ്കിൽ സഞ്ജീവ് അല്പം മുമ്പ് പറഞ്ഞ കണ്ണൂരിലെ പ്രശ്നത്തിലടക്കം പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് എടുത്തിട്ടുണ്ടാവില്ലേ ഇതിനോടകം? സംഘടനാ ചുമതലയുള്ളവർ ഇത്തരത്തിൽ കഞ്ചാവ് കേസിലൊക്കെ പിടിയിലാകുന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി എടുത്തിട്ടുണ്ടോ? നോക്കൂ അഷിത, നമ്മൾ ഈ കാര്യങ്ങളൊന്നും പെട്ടെന്ന് മുറിയേണ്ടെന്ന് ഉത്തരം പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഈ തലയ്ക്കൊക്കെ അടിച്ചുള്ള രാഷ്ട്രീയമൊന്നും നമ്മളാരും അംഗീകരിക്കുന്നില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ചെടിച്ചട്ടി കൊണ്ട് തലയ്ക്കടിച്ചപ്പോൾ അതിനെ ന്യായീകരിച്ചൊരു മുഖ്യമന്ത്രി നമുക്കുണ്ടെന്നുള്ളത് അറിയാമല്ലോ. ഞാൻ അതിൽ കൂടുതൽ കടക്കുന്നില്ല, ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. ഇവിടെ ശ്രീ ജയേന്ദ്രൻ പറഞ്ഞതുപോലെ ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾ വീണ്ടും തെറ്റിദ്ധരിപ്പിച്ച് പറയാം. ഞാൻ പറഞ്ഞത് അവിടെ നടന്ന ആ ക്യാമ്പിൽ നടന്ന സംഭവത്തിൻ്റെ പേരിൽ കാണിക്കുന്ന വീഡിയോ ആ ക്യാമ്പിൽ നടന്നതല്ലെന്ന് KSU പ്രസിഡന്റ് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്, ശ്രീകുമാർ പറഞ്ഞതല്ല. രണ്ടാമത്തെ കാര്യം, അത് ഈ ദിവസത്തെ ദൃശ്യങ്ങളാണ്, അതിനെയാണ് പ്രതിപക്ഷ നേതാവ് അംഗീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് KSU നേതാവിനെ തള്ളിക്കളയാമല്ലോ. എന്താണ് അതിൽ സംശയം? അതിലൊരു ആശയക്കുഴപ്പത്തിന്റെ ആവശ്യമില്ല ശ്രീ എൻ ശ്രീകുമാർ. വാസ്തവത്തിൽ അച്ഛത് ഈ ക്ലിപ്പിനെ കുറിച്ച് ആരും പ്രതിപക്ഷ നേതാവൊന്നും പറഞ്ഞിട്ടില്ല ക്ലിപ്പ് ശരിയാണ്. അവിടെ സംഭവം നടന്നിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നു, KPCCയും പറയുന്നു, പ്രതിപക്ഷ നേതാവും പറയുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഈ ക്ലിപ്പ് ശരിയാണെന്നൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല, വെറുതെ തെറ്റിദ്ധരിപ്പിക്കേണ്ട. അവിടെ സംഭവം അങ്ങനെ അത് സംശയം KSU പ്രസിഡന്റ് ആണല്ലോ ഉന്നയിച്ചത്, അത് അന്വേഷിക്കണ്ടേ? ചുമ്മാ KSU പ്രസിഡന്റിനെ അങ്ങനെ അവിശ്വസിക്കാൻ പറ്റുമോ? അത് അന്വേഷിക്കും. തെറ്റാണെന്ന് പറഞ്ഞാൽ അതിന് നടപടി ഉണ്ടാവും. എന്താ സംശയം? KSUവിന്റെ പ്രസിഡന്റ് ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആണെങ്കിലും KPCC ഭാരവാഹികളാണെങ്കിലും
തീർച്ചയായിട്ടും ആർക്കെതിരെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ അതിന്റെ അടിസ്ഥാനത്തിൽ സഞ്ജീവ് അവസാനത്തെ ഒരു കമന്റോട് കൂടി നമുക്ക് നിർത്താം. ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ദൃശ്യങ്ങളുടെ ആധികാരികതയിൽ. അദ്ദേഹം വീണ്ടും പറഞ്ഞ കാര്യങ്ങൾ കേട്ടു കാണുമല്ലോ. ഒപ്പം തന്നെ അലോഷ്യസ് സേവ്യറിന്റെ ആ മറുപടി അതൊരു വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി എന്ന നിലയിൽ ആദ്യഘട്ടത്തിൽ പക്വതയില്ലാത്ത നിലപാടുകളും മറുപടികളൊക്കെ ഉണ്ടാകാം എന്നുള്ളതാണ് വളരെ ലഘൂകരിച്ച് അദ്ദേഹം കാണുന്നുണ്ട്. അതിനെ SFI ആണെങ്കിൽ ഇത് ഉണ്ടാകുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യം കൂടിയാണ്. അതവിടെ നിൽക്കട്ടെ. അല്ല, SFI ആകുമ്പോൾ അതുണ്ടാകും എന്ന ധ്വനിയിലും മറ്റതൊക്കെ പല വിധത്തിലുമാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഒന്ന് കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുപോയി. ഒന്ന്, അദ്ദേഹം ഏറ്റവും അവസാനം ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിച്ചു. നോക്കൂ, ഈ വീഡിയോ പുറത്തു വിടുന്നത് KSUക്കാർ തന്നെയാണ്, അല്ലാതെ ആ വീഡിയോ പുറത്തു പോവില്ല. ആ നേതൃ ക്യാമ്പിൽ നിന്ന് അങ്ങനെ ഒരു വീഡിയോ പുറത്തു വരണമെങ്കിൽ അത് KSUക്കാർ വിചാരിക്കണം. അപ്പോൾ KSUവിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ പഴയ വീഡിയോ ആണ്, പുതിയ വീഡിയോ ആണോ, അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക, ഇങ്ങനെയൊന്നുമല്ല. അങ്ങനെപ്പോലുള്ള ഒരാൾ പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ അല്ല അതിലേക്കൊന്നും ഞാൻ വീണ്ടും പോകുന്നില്ല. അങ്ങ് പറഞ്ഞ് അതിനെ ന്യായീകരിച്ച് ഒളിപ്പിക്കാൻ നോക്കി. കേരളത്തിന് മുന്നിൽ നിൽക്കുകയാണ്, അതിൻ്റെ കൂടുതൽ വീഡിയോ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഓരോ ചാനലിലും പുതിയ വീഡിയോ വരിക, കൈരളിയിൽ മാത്രമല്ല, അതുകൂടി അങ്ങയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. അപ്പോൾ അങ്ങ് ഇപ്പോഴത്തെ നിലപാട് പിന്നീട് തിരുത്തും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ഒരു വിഷയമുണ്ടായാൽ അതിനെ പക്വതാപരമായി കൈകാര്യം ചെയ്യാൻ കഴിയണം. KSU സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ തന്നെ പൂർണ്ണമായിട്ടും എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ട്, ഇതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യാൻ വരുന്ന ഘട്ടത്തിൽ നിങ്ങൾ ഞങ്ങൾക്കെതിരെയൊക്കെ ഒരു വലിയ അക്രമം നടത്തുകയാണ് എന്നൊക്കെ പറയുക. കേരളത്തിലെ മാധ്യമങ്ങൾ വളർത്തിയിട്ടുള്ള സംഘടനയാണ് KSU. അല്ലാതെ KSUവിന് ഒരു അഡ്രസ്സ് പോലും ഇല്ല കേരളത്തിലെ മാധ്യമങ്ങൾ കൂടി താരാട്ടുപാട്ട് പാടിയില്ലെങ്കിൽ കേരളത്തിലെ KSU അസ്തമിച്ചു. അങ്ങനെ ഒരു KSU ഇല്ല. നിങ്ങൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ, MG സർവകലാശാലയിൽ, കേരള സർവകലാശാലയിൽ, IT-യിൽ, പോളിയിൽ, ആരോഗ്യ സർവകലാശാലയിൽ എവിടെ നോക്കിയാലും KSUവിന്റെ പൊടി പോലും കാണാൻ കഴിയില്ല. എന്നിട്ടാണ് നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പറയാൻ വേണ്ടി അങ്ങ് അദ്ദേഹത്തെ ഉപദേശിക്കണം. അങ്ങ് ഉപദേശിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയൊന്നും അല്ല സംസാരിക്കേണ്ടതെന്നും കൂടി അദ്ദേഹത്തോട് പറയണം. കാരണം പച്ചക്കള്ളമാണ് വിളിച്ചു പറഞ്ഞത്. അങ്ങ് ഇവിടെ കിടന്നിങ്ങനെ ഉരുളേണ്ടി വന്നത് അദ്ദേഹം നേരത്തെ പറഞ്ഞ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ്. പ്രതിപക്ഷ നേതാവും KPCCയും പ്രസിഡന്റ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യം അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ ഈ നിലപാട് അവസാനിപ്പിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ പ്രവർത്തിക്കാൻ പറയണം, അല്ലെങ്കിൽ പിരിച്ചുവിടാൻ പറയണം. എന്തായാലും വളരെ ക്ലിയർ ആണ് സഞ്ജീവ. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് എന്തായാലും വരട്ടെ. ഒരുപക്ഷെ നാളെ രാവിലെ തന്നെ അത് KPCCക്ക് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി വിഷയങ്ങൾ അതിനുശേഷം. വളരെ നന്ദി സഞ്ജീവ് PS, M ജയചന്ദ്രൻ, N ശ്രീകുമാർ, ന്യൂസ് ആൻഡ് വ്യൂസിൽ സഹകരിച്ചതിന്.